പുതുകാലം പുതുവായന പാനൽ ചർച്ച ആരംഭിക്കുകയാണ്. സാഹിത്യ നിരൂപകനും വിമർശകനും നാടകകൃത്തുമായ ശ്രീ EP രാജഗോപാലനാണ് ഈ പാനൽ ചർച്ചയുടെ അധ്യക്ഷത വഹിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രശസ്ത സാഹിത്യ നിരൂപകനാണ് ശ്രീ KM അനിൽ. സാഹിത്യ നിരൂപണത്തിനുള്ള തായാട്ട് ശങ്കരൻ പുരസ്കാരവും സാഹിത്യ അക്കാദമി കുറ്റിപ്പുഴ പുരസ്കാരവും അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ എഴുത്തച്ഛൻ പഠന സ്കൂൾ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. കേരളത്തിലെ മികച്ച പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനും ഗ്രന്ഥകാരനുമാണ് ഡോക്ടർ MA സിദ്ദീഖ്. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം കൂടിയാണ് MA സിദ്ദീഖ്. MT പുതുകാലം പുതുവായന എന്ന ഈ പാനൽ ചർച്ചയുടെ അധ്യക്ഷത വഹിക്കാൻ ശ്രീ EP രാജഗോപാലനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാലം പുതിയ കാലമായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം നമുക്കെല്ലാം ഒരുപക്ഷെ പ്രിയപ്പെട്ട ചോദ്യമായിരിക്കും. പുതിയ കെട്ടിടങ്ങൾ വരുന്നതുകൊണ്ടാവാം, പുതിയ രീതിയിലുള്ള ഉടുപ്പുകൾ ഉണ്ടാകുന്നത് കൊണ്ടാവാം, പുതിയ വാഹനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും വരുന്നതുകൊണ്ടാവാം ഒരു കാലം പുതിയ കാലം ആയിത്തീരുന്നത്. അതൊക്കെ ശരിയായ നിഗമനങ്ങളാണ്. പക്ഷേ ഒരു കാലം യഥാർത്ഥത്തിൽ പുതിയ കാലമായി തീരണമെങ്കിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാവുകയും പുതിയ ആശയങ്ങൾ സമൂഹത്തിൽ കാര്യമായി പ്രവർത്തിക്കുകയും വേണം. ആശയങ്ങളുടെ കെട്ടിടങ്ങളും ആശയങ്ങളുടെ ഉടുപ്പുകളും ആശയങ്ങളുടെ വാഹനങ്ങളും കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു കാലം പുതിയ കാലമായി മാറുന്നത്. പുതിയ കാലം ഈ നിലയ്ക്ക് രൂപപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാവും. ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ നോക്കുന്ന കാര്യത്തിൽ, മുൻകാലത്തുണ്ടായ കൃതികൾ പരിശോധിക്കുന്ന കാര്യത്തിൽ എല്ലാം പുതിയ രീതികളുണ്ടാവും. പണ്ട് ഒരു ലൈബ്രറിയിൽ 712-ാമത്തെ പുസ്തകം തന്നെ ആയിരിക്കും പിൽക്കാലത്ത് ഒരാൾ വായിക്കുന്നത്. നമ്പറൊക്കെ അതേ പുസ്തകം തന്നെയായിരിക്കും. പക്ഷെ വായിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. പഴയ വാക്കുകൾ തന്നെയാണ്, പക്ഷേ ആ വാക്കുകളിലുള്ള ആശയങ്ങൾ പുതുതായിട്ട് കണ്ടെത്തപ്പെടുന്ന ആശയങ്ങളായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ പുതിയ കാലം എന്ന ആശയത്തെ വാസ്തവത്തിൽ സജീവമാക്കുന്നത് പുതിയ ആശയങ്ങൾ കൂടിയാണ്, പുതിയ വായനാ രീതികൾ കൂടിയാണ്. ഇപ്പോൾ കേരളത്തിൽ 100 കൊല്ലം മുമ്പ് വായിച്ച രാമായണമല്ല നമ്മളിന്ന് വായിക്കുന്നത്. പുസ്തകം തന്നെയാണ്, അതേ വരികളാണ്. പക്ഷേ അന്ന് കണ്ടെത്താത്ത വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും രാമായണത്തിൽ നിന്ന് നമ്മൾ ഇന്ന് കണ്ടെത്തുന്നുണ്ടാവാം. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ, സാഹിത്യകൃതികൾ മാത്രമല്ല. ഞാൻ എപ്പോഴും കുട്ടികളോടൊക്കെ പറയാറുള്ള ഉദാഹരണം, പഴയ KSRTCയുടെ ടിക്കറ്റ് ഓർമ്മയുണ്ടല്ലോ. പഴയ ടിക്കറ്റ്, ഇപ്പോഴത്തെ വെളുത്ത ടിക്കറ്റല്ല, പഴയ ടിക്കറ്റ്. അത് വിചിത്രമായ രീതിയിൽ വായിച്ച ഒരാൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അയാൾ മരിച്ചു. കുറച്ച് കിറുക്കുള്ള മനുഷ്യനാണ്. അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ദരിദ്രനായിപ്പോയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ചെറിയൊരു പെട്ടി എൻ്റെ പ്രായമുള്ള അന്നത്തെ യുവാക്കൾ കുത്തി തുറന്നു. താക്കോലൊന്നും ഉണ്ടായിരുന്നില്ല, ജീവിതത്തിന് താക്കോലില്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ കണ്ടത് 35ഓളം KSRTCയുടെ ടിക്കറ്റുകളാണ്. അങ്ങനെ ടിക്കറ്റ് സൂക്ഷിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വിചിത്രമായൊരു വായനയാണ്. ടിക്കറ്റ് യാത്രാവസാനം വരെ സൂക്ഷിക്കണം എന്ന് ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ. അത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം അനുസരിച്ചു, ടിക്കറ്റ് സൂക്ഷിച്ചു. ഇത് ഞാൻ വലിയൊരു തത്വമായിട്ട് പറയുന്നതല്ല. സാഹിത്യമൊന്നും അറിയാത്തൊരു മനുഷ്യൻ, ഭ്രാന്തിൻ്റെ അധികമായ ആനുകൂല്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരാൾ ഒരു ഉണങ്ങിയ സർക്കാർ നിർദ്ദേശത്തെ വായിച്ചത് അത്യന്തം സർഗാത്മകമായിട്ടാണ്. അപ്പോൾ സാഹിത്യം വാസ്തവത്തിൽ ആശയങ്ങളുടെയും നമ്മൾ സാധാരണ നറേറ്റീവ് എന്ന് പറയില്ല, ആഖ്യാന രീതികളുടെയൊക്കെ വലിയൊരു സംഗതിയാണ്. അപ്പോൾ ആ നിലക്ക് മലയാളത്തിലെ വളരെ പോപ്പുലറായ, ഒരുപക്ഷെ വലിയ ശതമാനം മലയാളികളെ, ഭൂരിപക്ഷം മലയാളികളെയും ഏതെങ്കിലും തരത്തിൽ തൊട്ടിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ രചനകളിൽ എന്താണ് പുതിയ കാലം വായിക്കുന്നത്, പുതിയ കാലത്തിൻ്റെ സവിശേഷമായ ആശയ സംഹിതകൾ വെച്ചിട്ട് MTക്ക് ഒരു പുതിയ ജന്മം ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾക്ക് പറ്റിയ
ആളുകളാണ് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഇരിക്കുന്നത്. കാരണം അവർ സർവകലാശാല അധ്യാപകരാണ്. പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഔപചാരികമായ ഉത്തരവാദിത്വം തന്നെയുള്ള ആളുകളാണ്. അവർ പുതിയ കാര്യങ്ങൾ പുതിയ കുട്ടികളോട് പറയുന്നതാണ്. അങ്ങനെയാണ് സർവകലാശാല വാസ്തവത്തിൽ സർവകലാശാലയായി ഊർജ്ജത്തോടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവരിൽ നിന്ന് നമുക്ക് വളരെയധികം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ എം ടിയെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എം ടി പറഞ്ഞ പോലെ വലിയ നിലയിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ മലയാള സാഹിത്യം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പര്യായ പദമായി ഒരുപാട് മലയാളികൾ എം ടി വാസുദേവൻ നായർ എന്ന പേര് ഓർമ്മിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ധാരാളം പഠനങ്ങൾ നിരൂപകരുടെ പക്ഷത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഗവേഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പട്ടിക ഞാൻ എഴുതി വെച്ചിരുന്നു, കൊണ്ടുവരാൻ മറന്നുപോയി. എം ടി വാസുദേവൻ നായരുടെ രചനകളെ ആസ്പദമാക്കി നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടായിട്ടുള്ള PhD ഗവേഷണങ്ങളുടെ MPhil ഗവേഷണങ്ങളുടെ ഒരു പട്ടിക വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ശേഖരിച്ചിരുന്നു. ഇപ്പോൾ എടുക്കാൻ വിട്ടുപോയി, അതിൻ്റെ എണ്ണം ഓർമ്മയില്ല. അത്രയും പഠനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എം ടിയെക്കുറിച്ച് നമ്മുടെ ആനുകാലികങ്ങളിൽ, വാരികകളിലും മാസികകളിലും ദിനപത്രങ്ങളൊക്കെ വന്ന ധാരാളം ലേഖനങ്ങൾ വേറെയും ഉണ്ട്. അപ്പോൾ എം ടിയെക്കുറിച്ച് സാമാന്യം വലിയ ഒരു ശേഖരം, എം ടിയെക്കുറിച്ച്, എം ടിയുടെ എഴുത്തിന്, എം ടിയുടെ രചനകളെക്കുറിച്ച്, നോവലിനെക്കുറിച്ച്, യാത്രാ വിവരണത്തെക്കുറിച്ച്, കഥകളെക്കുറിച്ച് ഒക്കെ ഉണ്ടായിട്ടുള്ള ലേഖനങ്ങളെ ചേർത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഏതോ ഒരു സർവകലാശാല, അത് കേരള യൂണിവേഴ്സിറ്റി ആവാം, അല്ല മലയാള സർവകലാശാല, ഇവർ രണ്ടുപേരും അതിൻ്റെ ആൾക്കാരാണ്. അവർ കൃത്യം പറയുന്നത് വലിയൊരു സമാഹാരം പ്രസിദ്ധീകരിച്ചത് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് കൃത്യം ഓർക്കുന്നില്ല. അത് ഉണ്ട്. വലിയ ഒരു കേരളത്തിലെ ഒരു എഴുത്തുകാരനെ കുറിച്ച് ഇത്രയും ലേഖനങ്ങളുടെ സമാഹാരം, അഥവാ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ വായനകളുടെ സമാഹാരം വേറെ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രയും വലിയ നിലക്കുള്ള ഒരു പുസ്തകമായിട്ട് എഡിറ്റ് ചെയ്ത് വന്ന പുസ്തകമാണ് അത്. ഇതൊക്കെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറയാവുന്ന ഒരു കാര്യം. നമുക്ക് 1.5 മണിക്കൂർ സമയമുണ്ട്. അവിടെ വിശദമായിട്ട് സംസാരിക്കാനുള്ള, ഇവിടെ കേൾവിക്കാർക്ക് ഇടപെടാനുള്ള സന്ദർഭമൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് 3 ലേഖനങ്ങൾ ഓർമ്മ വരുന്നുണ്ട്, 3 എണ്ണം. അതിനെക്കുറിച്ച് പറയാം. ആദ്യമായിട്ട് ഒന്ന് MP ശങ്കുണ്ണി നായർ എഴുതിയ ഒരു ലേഖനമാണ്. അത് 1960-കൾക്ക് മുൻപേ വന്ന ലേഖനം ആണെന്ന് തോന്നുന്നു. MP ശങ്കുണ്ണി നായരും എം ടിയും വേണമെങ്കിൽ അധികം ദൂരത്തല താമസിച്ചോ, ആ സംസ്കാരത്തിൻ്റെ ഒരു ഷെയറിങ് നടന്ന ആൾക്കാർ. ഒരേ നാട് കൃത്യം പറഞ്ഞുകൂടെങ്കിലും ഏതാണ്ടൊക്കെ ആ പേര് നോക്കിയാൽ തന്നെ നമുക്കറിയാലോ. ഇതിൽ മലബാറിലെ നായരാണ്, നായന്മാർ 2 പേര്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ നില ഭാരതപ്പുഴയായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം 2 പേർക്കും ഉണ്ട്. MP ശങ്കുണ്ണി നായർ വളരെ വ്യത്യസ്തനായ ഒരു സാഹിത്യ വിമർശകനാണ് നമുക്കറിയാം. വളരെ വലിയ പാരമ്പര്യം അദ്ദേഹത്തിലുണ്ട്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ ജ്ഞാനമുണ്ട്. അതേസമയത്ത് ഏറ്റവും പുതിയ, നേരത്തെ ഈ തൊട്ട് മുമ്പ് നടന്ന ചർച്ചയിലൊക്കെ ഉയർന്നു വന്ന പോലുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഏറ്റവും പുതിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന, വിചിത്രമായ രീതിയിൽ ജീവിച്ചു പോകുന്ന, അറിവിനെ തന്നെ പരിണയിച്ച് ജീവിച്ച ഒരാളാണ് ശങ്കുണ്ണി നായർ മാഷ്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു ലേഖനം, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അപ്പോൾ ഓർക്കേണ്ടതാണ്, പക്ഷേ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അത് എം ടിയുടെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ, ഇപ്പോൾ അവസാനം രാമനുണ്ണി പറഞ്ഞ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന നോവൽ കഥയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്. അത് സാധാരണ കഥാനിരൂപണത്തിൻ്റെ ഒരു പരമ്പരാഗതമായ രീതിയുണ്ട്, എളുപ്പപ്പണിയാണത്. അങ്ങനെയൊന്നും പോകാതെ അതിലെ ആശയരൂപത്തെ, ആശയഭ്രാന്തിനെ എന്ന് പറയാം, അതിൻ്റെ ആശയത്തിൻ്റെ ഘടനയെ ഊന്നിക്കൊണ്ട് അതിൻ്റെ പൊതുവായ ഘടനയെ പഠിക്കുന്ന ഒരു ലേഖനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് ശങ്കുണ്ണി നായർ മാഷ് മാത്രം ചെയ്യാവുന്ന, കാളിദാസനെ കുറിച്ചൊക്കെ പിൽക്കാലത്ത് എഴുതിയ ആളാണ് അദ്ദേഹം. ആ പഠനമൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ചെറുകഥയെ വെച്ചുകൊണ്ട് അതിന് 2 പ്രാധാന്യമുണ്ട്. ഒന്ന്, അദ്ദേഹം ആ കഥയെക്കുറിച്ച് അതുവരെ നിലനിന്ന ആശയരൂപങ്ങളെ ഒക്കെ ധിക്കരിക്കുന്ന ഒരു എഴുത്താണത്. മറ്റൊന്ന്, ചെറുകഥ എന്ന രൂപത്തെ അന്വേഷിക്കുക. ചെറുകഥാ നിരൂപണങ്ങൾ നമുക്ക് സാമാന്യം കുറവാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും അക്കാലത്ത് വളരെ കുറവാണ്. ചെറുകഥയെ നമ്മൾ വായിച്ച് ഇഷ്ടമാണ്, വായിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അത് ഒരു വലിയ നിരൂപണ വിഷയമായിട്ട്, നിരൂപണത്തിൽ സാമഗ്രിയായിട്ട് മലയാളികൾക്ക് കരുതും. നമുക്ക് കവിതാ നിരൂപണമാണ് ഇപ്പോഴും ഏറ്റവും ഇഷ്ടം, കവിതാ നിരൂപണമാണ്, അല്ലെങ്കിൽ നോവൽ നിരൂപണമാണ്. ചെറുകഥയെ ഒരു ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലായിട്ട് കാണുന്ന രീതി ഉണ്ടായിരുന്ന കാലത്ത് ആണ് ശങ്കുണ്ണി നായർ മാഷെ പോലെ വലിയ ക്ലാസിക്കൽ ഫൂട്ടിങ്ങും അതേപോലെ പുതിയ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾ, ഒരു വലിയ പണ്ഡിതനായിട്ട്, ജൈവ ബുദ്ധിജീവിയായിട്ടുള്ള ഒരാൾ
ഈ കഥയെക്കുറിച്ച് എഴുതുന്നത്. അതോടുകൂടി ഈ കഥയുടെ വലിപ്പം വർദ്ധിച്ചു എന്ന് നമുക്ക് തോന്നും. ഇതുവരെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ കഥയെക്കുറിച്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്ന ഒരു നിരൂപണം. അതിലെ പ്രധാനപ്പെട്ട വിഷയം ഒന്ന് തറവാട് ആണ്, മറ്റൊന്ന് ഭ്രാന്ത് ആണ്. തറവാടിനുള്ളിൽ തന്നെ തറവാട് ഈ കേരളത്തിൽ ഈ അന്നത്തെ കേരള സാഹചര്യത്തിന് ചേരാത്ത ഒന്നായി മാറുന്നുണ്ട്. നമുക്ക് ന്യൂക്ലിയർ കുടുംബം മതിയും തോന്നുന്നുണ്ട്, പക്ഷെ തറവാട് നിലനിൽക്കുന്നു. അപ്പോൾ ആ ഒരു സംഘർഷം മറ്റൊരു സാധ്യത, ചെറിയ കുടുംബത്തിന് സാധ്യത ഉണ്ടാവുന്നു, പക്ഷേ വലിയ കുടുംബമാണ് നിലനിൽക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന സംഘർഷമുണ്ട്. പിന്നെ ഈ നമ്മുടെ മനുഷ്യ ശരീരം ഒരു തറവാടാണെങ്കിൽ അതിലുണ്ടാവുന്ന അസ്വാരസ്യത്തെയാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടു തരം തറവാടുകൾ ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വളരെ മൗലിക പ്രാധാന്യമുള്ള സക്രിയമായ സർഗാത്മകമായ ഒരു വായനയാണ് ശങ്കുണ്ണി നായർ മാഷുടെ ഈ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കഥയെക്കുറിച്ചുള്ള പഠനം. അതാണ്. മറ്റൊന്ന്, കണ്ണൂരുകാരനായ വ്യക്തിപരമായിട്ട് ഞങ്ങളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി ആളായിട്ടുള്ള ഡോക്ടർ TP സുകുമാരൻ രണ്ടാമൂഴത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പഠനമാണ്. രണ്ടാമൂഴം ഇപ്പോൾ ഈ കഴിഞ്ഞ ചർച്ചയിലും കാര്യമായിട്ട് വന്നു. ഒരുപക്ഷെ കൂടുതൽ ചർച്ചാ സമയം എടുത്തത് രണ്ടാമൂഴത്തെക്കുറിച്ച് പറയാൻ ആണ്. അത് സുകുമാരൻ മാഷിൻ്റെ പ്രതിഭയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം. അദ്ദേഹം നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിച്ചുകൂടാ എന്ന പിടിവാശി തന്നെ ഉള്ള ആളാണ്. സാധാരണ നിലക്കുള്ള ചിന്തയൊന്നും പാടില്ല. നിരൂപണം അത്യന്തം ക്രിയാത്മകമായി മാറേണ്ടത് പുതിയ ചിന്തകളിലൂടെയാണ് എന്നുള്ള നിലക്ക് ചിന്തിക്കുന്ന ആൾ. അദ്ദേഹത്തിന് ഈ ഭാരതീയമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, കേരളീയമായിട്ടുള്ള പ്രകൃതങ്ങളെക്കുറിച്ച് അറിയാം, അതേസമയത്ത് പാശ്ചാത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഭേദപ്പെട്ട താല്പര്യവും അറിവും ഉണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം രണ്ടാമൂഴത്തെ പഠിക്കുകയാണ്. അദ്ദേഹം സാഡിസം നമുക്കറിയാമല്ലോ, സാഡിസ്റ്റുകൾ നമ്മൾ പറയാറുണ്ട്. സാഡിസം എന്ന ക്രൂരതയുടെ പര്യായമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സാഡിസം. ആ വാക്കിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ആ ആശയം വെച്ചുകൊണ്ട് ആണ് ഈ കൃതിയെ വാക്കാണ്. സാഡിസത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വെച്ചുകൊണ്ട് ഈ കൃതിയെ രണ്ടാമൂഴത്തെ കാണുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠനമാണ്. ഒരു ചെറിയ ലേഖനമാണ്. സാഹിത്യ അക്കാദമി TP സുകുമാരൻ്റെ മുഴുവൻ ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആ ലേഖനം കാണാവുന്നതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് MTയെക്കുറിച്ച് ആളുകൾ പൊതുവെ പറയാറുള്ളത് MT റൊമാൻറ്റിക് ആണ് എന്നാണ്. കാൽപ്പനിക കലാസങ്കല്പമാണ് MTയുടേത് എന്ന് പറയാറുണ്ട്. പക്ഷേ കാൽപ്പനിക കലാസങ്കല്പമല്ല വാസ്തവത്തിൽ MTയുടേത് എന്നും MT ഉള്ളിൻ്റെ ഉള്ളിൽ റിയലിസ്റ്റ് ആണ് എന്നും TP സുകുമാരൻ മാഷ് സ്ഥാപിക്കുന്നു. റിയലിസ്റ്റാണ്, യഥാർത്ഥവാദിയാണ് MT. നമ്മൾ ചെറുകടനെ കുറിച്ചൊക്കെയാണ് സാധാരണ റിയലിസ്റ്റ് എന്ന് പറയാറ്. തകഴിയെക്കുറിച്ച് പറയും. പുരോഗമന സാഹിത്യത്തിൻ്റെ ആളുകളെക്കുറിച്ചാണ് റിയലിസ്റ്റുകൾ എന്ന് പറയാം. ആ തലമുറയ്ക്ക് ശേഷം വന്ന തലമുറയിലെ ആളാണ് MT വാസുദേവൻ നായർ. എങ്കിലും അടിസ്ഥാനപരമായി MT ഒരു റിയലിസ്റ്റാണ്, മൂർത്തമായ കഥയുടെ ആളാണ് എന്നൊക്കെ TP സുകുമാരൻ വാദിക്കുന്നു. അതുകൊണ്ട് വളരെ വ്യത്യസ്തമാണ്. ഞാൻ പറയുന്നത് വളരെ ലളിതവൽക്കരിച്ചാണെങ്കിലും ആ പഠനം അങ്ങനെയല്ല. ഈ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതിയും വളരെ വ്യത്യസ്തമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. അദ്ദേഹം ഈ ഭീമനെ കുറിച്ച് പറയുന്നുണ്ട്. ഭീമൻ ഗദായുദ്ധത്തിൻ്റെ കൂടി ആളാണ്. ആ ഗദയെ അദ്ദേഹം കണ്ടെത്തുന്നത്, ഗദ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൈയുടെ ഒരു ആയാമിത രൂപം എന്നാണ് പറയുന്നത്. എക്സ്റ്റെൻഡഡ് ഫോം. അത് ഉപയോഗിച്ച വാക്ക് ആയാമിത രൂപം എന്നാണ്. മനുഷ്യൻ്റെ കൈ ചുരുട്ടി വെച്ചാൽ ഏതാണ്ട് ഗദ പോലെ ഇരിക്കുമല്ലോ. മനുഷ്യൻ്റെ കയ്യിൻ്റെ മറ്റൊരു രൂപമാണ് ഗദ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മനുഷ്യരൂപം കൊടുക്കുകയും അതിൻ്റെ പ്രയോഗത്തിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തുകൊണ്ട് രണ്ടാമൂഴത്തെക്കുറിച്ച് പൊതുവേ പറയാറുള്ള കാര്യങ്ങളെ ക്രിയാത്മകമായി സർഗാത്മകമായി നിഷേധിക്കുകയും അതിനെ മറികടക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ രണ്ടാമൂഴത്തെക്കുറിച്ച് സുകുമാരൻ മാഷ് എഴുതിയിട്ടുള്ള ഒരു ലേഖനം. മറ്റൊന്ന്, വീണ്ടും മഞ്ഞ് MTയുടെ വളരെ ഏറ്റവും പോപ്പുലറായ കൃതി ഒരുപക്ഷെ മഞ്ഞായിരിക്കാം. മഞ്ഞ് ചെറിയ പുസ്തകമാണ്, വായിച്ചു തീർക്കാം, 2-3 മണിക്കൂർ കൊണ്ട് വായിക്കാവുന്നതാണ്. ആ മഞ്ഞിനെ വെച്ചുകൊണ്ട് മഞ്ഞിനെ റീവിസിറ്റിംഗ് മഞ്ഞ് എന്നുള്ള അർത്ഥത്തിൽ, മഞ്ഞിനെ വീണ്ടും സന്ദർശിക്കുമ്പോൾ എന്നുള്ള അർത്ഥത്തിൽ എഴുതിയത് ഡോക്ടർ VC ശ്രീജനാണ്. ശ്രീജൻ പറയുന്ന ആശയം പുരുഷൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം നിറവിലെത്തേണ്ട ഒന്നാണ് സ്ത്രീ. പുരുഷൻ്റെ ഇടപെടൽ കൊണ്ട്, പുരുഷൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം നിറവിലെത്താവുന്ന ഒരു സത്തയാണ് സ്ത്രീയുടെ സത്ത എന്ന ഈ കാലത്തിന് ചേരാത്ത ഒരാശയമാണ് മഞ്ഞിലുള്ളത് എന്ന് വാദിക്കുന്ന ലേഖനാണ്
ശ്രീജൻ്റെ വീണ്ടും മഞ്ഞ്, അതാണ് ആ ലേഖനത്തെ നമുക്ക് ചുരുക്കി പറയാമെങ്കിൽ അങ്ങനെയാണ്. ഞാൻ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഈ 3 ലേഖനങ്ങളുണ്ടെന്ന് മാത്രം പറയുന്നു. ഞാൻ സൂക്ഷ്മമായിട്ട് ഇതിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടിയിട്ട് MT കുറിച്ച് ഉണ്ടായിട്ടുള്ള മുഴുവൻ ലേഖനങ്ങളും വായിച്ചു നോക്കിയിട്ടൊന്നുമില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പെട്ടെന്ന് തോന്നുന്ന മനസ്സിൽ വന്ന 3 ലേഖനങ്ങളെക്കുറിച്ച് ഏറ്റവും പ്രാഥമികമായിട്ട് വിലയിരുത്തി എന്നേ ഉള്ളൂ. നമുക്ക് ഈ വിഷയത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് മുന്നോട്ട് പോവാം. ആദ്യം സംസാരിക്കാനായി ഡോക്ടർ KM അനിലിനെ ക്ഷണിക്കുന്നു. രാജഗോപാല മാഷ് പറഞ്ഞു തുടങ്ങിയത് ഈ പുതുകാലം, പുതുവായന എന്നതിനെ എങ്ങനെ നിർവചിക്കണം എന്ന ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ്. മാഷ് അവതരിപ്പിച്ച ആ ഒരു പ്രമേയത്തെ അല്പം കൂടി ഒന്ന് വിടർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ MT അദ്ദേഹം എഴുതപ്പെട്ട കാലത്ത് ഇവിടെ അവതരിപ്പിച്ച മികച്ച പ്രബന്ധങ്ങളെക്കുറിച്ചല്ല, സാമാന്യമായി MT അവതരിപ്പിക്കപ്പെട്ടത് 2 തരത്തിലാണ്. അതിലേറ്റവും പ്രധാനം MT വാസ്തവത്തിൽ ഈ ആധുനിക സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ, മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളത്തിലെ സാഹിതീയ ആധുനികതയുടെ ഒരു തുടക്കക്കാരനായിട്ടാണ് പലപ്പോഴും അവതരിപ്പിക്കപ്പെട്ടത്. അതുതന്നെ അദ്ദേഹത്തെ ആ വിധം അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഏറ്റവും പ്രബലമായ ഒരു സാഹിത്യ സമീപനം എന്ന് പറയുന്നത് ജീവൽ സാഹിത്യവും പുരോഗമന സാഹിത്യവും അവതരിപ്പിച്ച ഒരു പരിപ്രേക്ഷ്യമാണ്. സാഹിത്യത്തെ നാം വിലയിരുത്തേണ്ടത് സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം നോക്കി, അതിൻ്റെ പുരോഗാമിത്വം നോക്കിയാണ് സാഹിത്യകൃതികളെ നാം വിലയിരുത്തേണ്ടതെന്നും സമൂഹത്തിൻ്റെ പുരോഗതിക്കൊപ്പം നിൽക്കുന്ന കൃതികളാണ് പുരോഗമന സാഹിത്യമെന്നും അല്ലാത്ത കൃതികൾ വാസ്തവത്തിൽ പ്രതിലോമകരമായ സാഹിത്യമാണ് എന്നുമുള്ള ഒരു സാമാന്യ ധാരണ വളരെ പ്രബലമായി നമ്മുടെ സാഹിത്യ വിമർശനത്തിൻ്റെയും സാഹിത്യ ആസ്വാദനത്തിൻ്റെയും മണ്ഡലത്തിൽ നിലനിന്നിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവ ലോകവുമായി MT സാഹിത്യരംഗത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുന്നൊരു കൃതിയെ എങ്ങനെയാണ് നാം വായിക്കേണ്ടത്? ഇപ്പം നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് അറിയാവുന്ന ഒരു വായന, പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു വായനാ രീതി കൃതിയുടെ ഉള്ളടക്കം വെച്ച് കൃതിയെ വിലയിരുത്തുക, സിനിമയുടെ ഉള്ളടക്കം വെച്ച് സിനിമയെ വിലയിരുത്തുക, അങ്ങനെ ഈ ഉള്ളടക്കത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സാഹിത്യ സമീപനം ഇപ്പോഴും മലയാളത്തിൽ വളരെ പ്രബലമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വളരെ എളുപ്പമാണ് അത് ചെയ്യാൻ എന്നതാണ്. എന്നാൽ MTയുടെ കൃതികളുടെ ഉള്ളടക്കത്തിലേക്ക് പോയാൽ അത് പലപ്പോഴും വളരെ വളരെ പ്രതിലോമകരമാണ് എന്ന് അത് വായിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടും. നേരത്തെ ശ്രീജൻ അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ അത് പലപ്പോഴും MTയുടെ നോവലുകൾ ഈ സ്ത്രീകളെയും സമൂഹത്തിലെ ദുർബലരെയും വളരെയധികം തമസ്കരിക്കുന്ന തരത്തിൽ അവരുടെ ജീവിത സന്ദർഭങ്ങളെയും ജീവിതാഭിലാഷങ്ങളെയും നിഗൂഢമാക്കുന്ന തരത്തിലുള്ള രചനകളാണ് എന്നും അതുകൊണ്ട് തന്നെ അതിന് പുരോഗാമിത്വമില്ല എന്നും വാസ്തവത്തിൽ നമുക്ക് വളരെ അതിൻ്റെ ഉള്ളടക്കം നോക്കിയാൽ പറയാൻ സാധിക്കും. ഇപ്പം 2-ാം ഊഴമൊക്കെയാണ് നമ്മൾ നേരത്തെ ശ്രീ വേണുഗോപാലൊക്കെ സൂചിപ്പിച്ചതുപോലെ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരുടെ ഒരു ആവിഷ്കാരം, അല്ലെങ്കിൽ മറ്റേ ഇരുട്ടിൻ്റെ ആത്മാവിൽ പോലുള്ള അങ്ങനെ ചില നോവലുകളിൽ നമുക്കങ്ങനെയൊക്കെ പറയാമെങ്കിലും മിക്കവാറും നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ നായർ തറവാടുകളിലും അതിനകത്തുള്ള ജീവിത സന്ദർഭങ്ങളിലും മാത്രം ഒതുങ്ങി നിന്ന അദ്ദേഹത്തിൻ്റെ ഈ നോവലുകളെ ഉള്ളടക്കപരമായി പരിശോധിച്ചാൽ അതിനകത്ത് അതിനു മുമ്പ് നാം പരിചയപ്പെട്ട ചെറുകാടിൻ്റെ നോവലുകളിലുള്ളതുപോലെയോ അല്ലെങ്കിൽ AP കളക്കാടിൻ്റെ നോവലുകളിലുള്ളതുപോലെയോ ഉള്ള ഒരു പ്രോഗ്രസീവ് എന്ന് വിളിക്കാവുന്ന പുരോഗമന സ്വഭാവം നേരിട്ട് പ്രദർശിപ്പിക്കുന്ന രചനകളായിരുന്നില്ല.
അതുകൊണ്ട് എം ടിയെ വായിക്കാൻ അക്കാലത്ത്, ഈ കാലത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അക്കാലത്ത് വലിയ കൺഫ്യൂഷൻ വാസ്തവത്തിൽ നിലനിന്നിരുന്നു. എങ്ങനെയാണ് എം ടിയെ വിലയിരുത്തേണ്ടത്? പിന്നീട് എം ടിയെ സ്ഥാപിച്ചതാകട്ടെ, അല്ലെങ്കിൽ എം ടിയെ പോലുള്ള എഴുത്തുകാർ, എം ടി എന്ന് പറയുമ്പോൾ എം ടിയെ പോലെ ഒ വി വിജയനും മുകുന്ദനും കാക്കനാടനും നമ്മൾ പറയുന്ന സാഹിത്യ ആധുനികതയുടെ ഭാഗമായി വന്ന എഴുത്തുകാരെ പ്രധാനമായും സ്ഥാപിച്ചെടുത്തത് രാജകൃഷ്ണനെ പോലെ, കെ പി അപ്പനെ പോലെ ഒക്കെയുള്ള നിരൂപകരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എം ടിയുടെ കൃതികളെ അവർ വായിച്ചത് ഏകാകികളായ മനുഷ്യരുടെ സംഘർഷങ്ങളും അവരുടെ അസ്തിത്വ പ്രശ്നങ്ങളും അവതരിപ്പിച്ച ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കാണ്. അങ്ങനെ സമൂഹവുമായി ഒരു ബന്ധവുമില്ലാത്ത, ചരിത്രത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത, ഈ പറഞ്ഞ പോലെ അത്തരം ഒരു പ്രതിബദ്ധത സാഹിത്യത്തിന് ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം നിരൂപകരാണ് എം ടിയെ വാസ്തവത്തിൽ കണ്ടെടുക്കുകയും സ്ഥാപിക്കുകയും ചെയ്തത്. അങ്ങനെ എം ടി മലയാള നിരൂപണ രംഗത്ത് ഈ പറഞ്ഞ പോലെ ഉള്ളടക്കപരമായി നോക്കിയാൽ ഒരു പ്രതിലോമപരമായ എഴുത്തുകാരനും ഈ അസ്തിത്വവാദം പോലുള്ള ദർശനങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ വളരെ മികച്ച ഒരു എഴുത്തുകാരനും എന്ന മട്ടിൽ വായിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെയാണ് ഈ വായന എന്ന് പറയുന്നത്, നേരത്തെ രാജഗോപാലൻ മാഷ് പറഞ്ഞ പോലെ എങ്ങനെയാണ് നാം നിർവഹിക്കേണ്ടത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സെൻസിബിൾ എന്ന് പറയുന്നൊരാശയം ഈ ജാക്ക് റാൻസിയെ പോലുള്ള ആളുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം എങ്ങനെയാണ് ഒരു കൃതിയുടെ രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ, അത് എന്ത് അനുഭവലോകമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്? നമ്മുടെ അനുഭവ സീമയ്ക്ക് പുറത്തുള്ള, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിനത്തിന് പുറത്തുള്ള സെൻസിബിൾ എന്ന് വിളിക്കാവുന്ന, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൻസ് എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രിയം ആണല്ലോ, ഇന്ദ്രിയക്ഷമതയുടെ വിതരണം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമുക്ക് തൊട്ടറിയാൻ, കണ്ടറിയാൻ, രുചിച്ചറിയാൻ, മണത്തറിയാനൊക്കെ കഴിയുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ സെൻസിബിളായ വേൾഡ് എന്ന് പറയുന്നത്. അങ്ങനെ സെൻസിബിളായിട്ടുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കുന്നതാണ് രാഷ്ട്രീയം. ഇപ്പോൾ പൊയ്കയിൽ അപ്പച്ചനോ അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തുമ്പോൾ ഒരു പുതിയ രുചി, അതാണ് നിങ്ങൾ അതുവരെയും മാറ്റി നിർത്തിയിരുന്ന ഒരു മനുഷ്യനോടൊപ്പം ആ മനുഷ്യൻ കുഴച്ചുരുട്ടിയ ഒരു ഉരുളയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ നിങ്ങളൊരു പുതിയ സെൻസിബിലിറ്റിയിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് വാട്ട് ഈസ് പൊളിറ്റിക്സ് എന്നതിന് റാൻസിയർ പറയുന്നത് ഒരു പുതിയ ഇന്ദ്രിയ ലോകം നിർമ്മിക്കുന്നതിനെയാണ് പുതു രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണ് രാഷ്ട്രീയത്തിന് അദ്ദേഹം നൽകുന്ന നിർവചനം. നിങ്ങൾക്ക് തൊടാൻ പാടില്ല എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ തൊടുമ്പോൾ, അതാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാധനത്തെ നിങ്ങൾ കാണുമ്പോൾ ഒരു പുതിയ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സെൻസിബിൾ എമർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് രാഷ്ട്രീയത്തിൽ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ സാഹിത്യത്തിലും ഇതാണ് സംഭവിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഉള്ളടക്കം നോക്കിയല്ല, ഒരു പുതിയ അനുഭവ ലോകത്തെ, നാം ഇതുവരെയും പരിചയിച്ചിട്ടില്ലാത്തൊരു അനുഭവ ലോകത്തെ എങ്ങനെയാണ് എഴുത്തിലൂടെ, കലയിലൂടെ കലാകൃത്തുക്കൾ, എഴുത്തുകാർ അവതരിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് എഴുത്തിൻ്റെ രാഷ്ട്രീയത്തെ പറ്റി നാം ഉന്നയിക്കേണ്ടത്. അതുകൊണ്ടത് ഈ ഉള്ളടക്ക കേന്ദ്രിതമായല്ല, മറിച്ച് അതിൻ്റെ അനുഭവ കേന്ദ്രിതമായാണ് നാം അതിനെ മനസ്സിലാക്കേണ്ടതെന്ന് വാസ്തവത്തിൽ റാൻസിയർ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കലയെ വിലയിരുത്തുന്നതിന് തീർച്ചയായും നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾക്ക് ഒരു എത്തിക്കൽ കോഡ്, നമ്മൾ ശരിയെന്ന് കരുതുന്ന ഒരു 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 ചട്ടക്കൂട്, ഒരു ധാർമ്മികതയുടെ ചട്ടക്കൂട്, ആ ധാർമ്മികതയുടെ ചട്ടക്കൂടിനകത്ത് വെച്ച് ഞാൻ എൻ്റെ കൃതിയെ പരിശോധിക്കും. തൊഴിലാളി വർഗ രാഷ്ട്രീയം, അല്ലെങ്കിൽ ജാതി വിരുദ്ധ രാഷ്ട്രീയം, സ്ത്രീ മുന്നേറ്റ രാഷ്ട്രീയം, അതിൻ്റെ ഒരു എത്തിക്കൽ കോഡിനകത്ത് വെച്ച് നിങ്ങളൊരു കൃതിയെ വിലയിരുത്തുക. അത് ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു പ്ലാറ്റോണിക് വേ ഓഫ് അനാലിസിസാണ്. പ്ലാറ്റോയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ള, അതുകൊണ്ടാണ് പ്ലാറ്റോ പറഞ്ഞ കവികളൊക്കെ പുറത്താക്കണം. അത് ഈ എത്തിക്കൽ റെജിം എന്ന് ഈ റാൻസിയെ വിളിക്കുന്നതാണ്.
അതിനകത്ത് വെച്ച് നിങ്ങൾക്ക് കൃതിയെ വിലയിരുത്താം. വിലയിരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെയൊക്കെ കൃതികളെ വിലയിരുത്താം. അതേസമയം നിങ്ങൾക്ക് സാഹിത്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് കൃതിയെ വിലയിരുത്താം. അതിനെയാണ് അദ്ദേഹം റെപ്രസെൻറ്റേറ്റീവ് റെജീം, പ്രതിനിധാന മണ്ഡലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രതിനിധാന മണ്ഡലത്തിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ അപ്പൻ്റെ ഒക്കെ ഒരു നിരൂപണ പദ്ധതി അതാണ്. ചരിത്രമായിട്ടും ഈ ധാർമ്മികതയായിട്ടൊന്നും അതിനെ കൂട്ടിക്കുഴക്കേണ്ടതില്ല. സാഹിത്യ രൂപം എന്ന നിലയ്ക്ക്, സാഹിത്യത്തിൻ്റെ രൂപം എന്ന നിലയ്ക്ക് അത് എത്രമാത്രം അപ്പീലിംഗ് ആണ്, എത്രമാത്രം നമ്മളെ ആകർഷിക്കുന്നതാണ് എന്നതാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ പറയുന്ന എത്തിക്കൽ റെജീമിനെയും റെപ്രസെൻറ്റേറ്റീവ് റെജീമിനെയും, ധാർമ്മികമായിട്ടുള്ള മണ്ഡലത്തെയും ഈ പ്രതിനിധാന മണ്ഡലത്തെയും മറികടന്നുകൊണ്ട് എസ്തെറ്റിക് എന്ന് വിളിക്കുന്ന, സൗന്ദര്യാത്മകം എന്ന് വിളിക്കുന്ന ഒരു മണ്ഡലത്തെക്കുറിച്ചാണ് റാൻസിയർ പറയുന്നത്. അപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞ് ഈ പുതുവായനയെ നാം വാസ്തവത്തിൽ നിർവഹിക്കേണ്ടത് ഈ അതിൻ്റെ സൗന്ദര്യാത്മക മണ്ഡലം എന്ന അർത്ഥത്തിലാണ്. ഈ സൗന്ദര്യാത്മക മണ്ഡലത്തെയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ സെൻസിബിലിറ്റിയുടെ മണ്ഡലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ലോകത്ത് വന്നിരിക്കുക. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ ക്യാമറകൾ ഉപയോഗിക്കുന്നു. ഇതുവരെ നാം കാണാത്ത കാഴ്ചകൾ കാണിച്ചു തരുന്നതിൽ ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നു. മുമ്പ് നമ്മൾ കേൾക്കാത്ത പല ശബ്ദങ്ങളും കേൾക്കാൻ തക്കവണ്ണം നമ്മുടെ ലോകം മാറിയിരിക്കുന്നു. മുമ്പില്ലാത്ത പുതിയ രുചികൾ വന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയ ലോകം വലിയ തോതിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മാറിക്കഴിഞ്ഞ ഈ ലോകത്ത് അതിനനുസരിച്ച് ചില പുതിയ രാഷ്ട്രീയ രൂപങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ആ പുതിയ രാഷ്ട്രീയ രൂപങ്ങളുടെയും പുതിയ ഇന്ദ്രിയ ലോകത്തിൻ്റെയും അകത്ത് വെച്ചാണ് ഇന്ന് നാം എം ടിയെ വായിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് എം ടിയെ വായിക്കേണ്ടത് എം ടിയുടെ നോവലുകളുടെ ഉള്ളടക്കത്തിലേക്ക് പോയിക്കൊണ്ടല്ല, എം ടിയുടെ നോവൽ അനുഭവിപ്പിക്കുന്നത്, ഇന്ന് വായിക്കുമ്പോൾ അത് അനുഭവിപ്പിക്കുന്നത് എന്താണ് എന്ന മട്ടിൽ ആ കൃതിയെ സമീപിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഞങ്ങളോ ഒന്നോ രണ്ടോ ആൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് ആ വായന പൂർത്തീകരിക്കപ്പെടുന്നില്ല. 19 20 വയസ്സുള്ളൊരു കുട്ടി എം ടിയെ വായിക്കുമ്പോൾ ആ അനുഭവം എന്താണ്, അവരെന്താണ് അനുഭവിക്കുന്നത്, എന്താണ് നിങ്ങളെ ചിന്തിപ്പിക്കുന്നതെന്നല്ല, എന്താണ് വാസ്തവത്തിൽ അത് അനുഭവിപ്പിക്കുന്നത് എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പുതുകാലം എന്നത് സൗന്ദര്യാത്മകമായ മണ്ഡലത്തിൽ വെച്ച് കൃതിയെ വിലയിരുത്തുന്ന ഒരു കാലമാണ് എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഇതേ സംബന്ധിച്ച് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ വഴിയെ കൂട്ടിച്ചേർക്കാം എന്ന് വിചാരിക്കുന്നു. ഞാനിനി അടുത്ത് സിദ്ദിഖ് മാഷ് സംസാരിക്കും. എം ടിയെ കുറിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ നിരീക്ഷണങ്ങളും പൊതുവിൽ പങ്കുവച്ച ഒരു കാര്യം ആലോചിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ആലോചനയിലേക്ക് കടക്കുന്നത്. ഇത് മലയാളത്തിൽ ഇത്രയേറെ വായിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ ആയിത്തീരാൻ എം ടിക്ക് എങ്ങനെയാണ് പറ്റിയത് എന്ന ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഇപ്പോൾ ഇ പി പറഞ്ഞതുപോലെ മഞ്ഞ് വേണമെങ്കിൽ ഒരു വിമാനയാത്രക്കിടയിൽ വായിച്ചു തീർക്കാവുന്നത്ര ചെറിയ സമയം മാത്രം എടുക്കുന്ന ഒരു നോവൽ. അസുരവിത്ത് ഗാഠമായ പാരായണത്തിന് നമ്മളെ ക്ഷണിക്കാത്തത്ര വിസ്തൃതമായൊരു നോവൽ. രണ്ടാം ഊഴം ഇതിഹാസത്തിൻ്റെ മാസ്റ്റർ പീസിനെ തൻ്റെ ചെറിയ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരുന്ന അതിവിപ്ലവകരമായൊരു നോവൽ. ഇങ്ങനെയുള്ള എം ടിയുടെ രചനാ സമ്പ്രദായമാണോ അതിന് കാരണം എന്ന് പറയുന്നത് വായനയെ സംബന്ധിച്ചൊരു യുക്തിപരമായ നിരീക്ഷണമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഏതാണ്ട് എല്ലാ പ്രായത്തെയും ലിറ്ററേച്ചറിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നതൊരു കാരണമാണ്. കുട്ടിക്കാലമുണ്ട്. അത് എൻ ബിയും എം ടിയും തമ്മിലുള്ളൊരു ഡിസ്കഷനിടയിൽ എം ടി തന്നെ ഓർത്ത് പറയുന്നുണ്ട്. നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥ എഴുതാനിടയായ സാഹിതീയമായ പ്രചോദനത്തെപ്പറ്റി പറയുമ്പോൾ മുതൽ വിലാപയാത്രയിലെ മരണശരീരം വരെ, രക്തബിന്ദു മുതൽ മരണശരീരം വരെ ആവിഷ്കരിക്കുന്നതിൽ വാസു കാട്ടിയിട്ടുള്ള ശ്രദ്ധ അതിലൊരു കാരണമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത്
നാം തിരിച്ചറിയേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു മുഖ്യമായ കാര്യം, ഇദ്ദേഹം എഴുത്തിൻ്റെ അനേകം രൂപങ്ങളിൽ ഒരു പെരുന്തച്ഛനെ പോലെ ഇടപെട്ടിട്ടുണ്ട്. അത് അദ്ദേഹം എഴുതിയ ഒരേ ഒരു നാടകത്തിൽ വരെ, ഗോപുരനടയിൽ എന്ന നാടകത്തിൽ വരെ ഈ പെരുന്തച്ഛൻ്റെ സ്പർശം നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ശീർഷകത്തിലുള്ള മലയാള ചലച്ചിത്രത്തിലെ തിലകൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ തിരുനാവായയിലെ ഒരു തെക്കൻ കാറ്റിനെ തൻ്റെ തോർത്തുകൊണ്ട് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കലാതന്ത്രമുണ്ടല്ലോ. നിലവിളക്കണയാതിരിക്കാൻ ഒരു കല്ല് നിലത്തേക്ക് താഴ്ത്തി നിർത്തുന്ന ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഉണ്ടല്ലോ. ഇത് പാതിരാവും പകൽ വെളിച്ചവും മുതൽ ഇങ്ങോട്ടുള്ള MTയുടെ രചനകളിലെല്ലാം നമുക്ക് ദർശിക്കാൻ പറ്റുന്ന ഒരു പെരുന്തച്ഛൻ താളമാണ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആയിരിക്കണം MT നാടകം എഴുതുന്നു. അദ്ദേഹം യാത്രാ വിവരണങ്ങൾ എഴുതുന്നു. ഒന്ന് അമേരിക്കയിലേക്ക് പോയതാണെങ്കിൽ മറ്റൊന്ന് ജർമ്മൻ സ്കെച്ചുകളുടെ രൂപത്തിൽ എഴുതുന്നു. വേറൊന്ന് ചൈന യാത്രയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നു. ചെറുകഥകളിൽ തന്നെ പല കാലങ്ങളെ ആവിഷ്കരിക്കുന്ന പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നു. ദാറസ്സലാം പോലെ ഒരു കഥ MT എഴുതി തുടങ്ങുന്നിടത്തല്ല ആ കഥ അവസാനിക്കുന്നത്. അതിനുള്ളിൽ വേണമെങ്കിൽ ഒരു നോവലായി വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു ദീപനാളത്തെ ദീപനാളമായി തന്നെ നിർത്തി അവസാനം അതിനെ അദ്ദേഹം ഊതിക്കെടുത്തുന്നു. ഇദ്ദേഹം ഹെമിംഗ്വേനെ കുറിച്ച് എഴുതുന്നു. പാപ്പ എന്ന് വിളിക്കുന്ന ആ വലിയ മനുഷ്യൻ തോക്കിൻ്റെ പാത്തിയിൽ കാല് താഴ്ത്തി എങ്ങനെയാണ് തല ചിതറിച്ചു കളഞ്ഞത്. ഇയാൾ ട്യൂണ മത്സ്യത്തെ വേട്ടയാടാൻ പോകുമ്പോൾ ഇയാളുടെ ഭാഷയിൽ ഈ ട്യൂണ മത്സ്യങ്ങൾ എങ്ങനെയാണ് പുനർജനിക്കുന്നത് പോലെയുള്ള അന്വേഷണങ്ങൾ ഒരിക്കലും ഹെമിംഗ്വേയുടെ രചനാരീതിയോട് ഒരു തരത്തിലും പിടികൊടുക്കാത്ത MT ഹെമിംഗ്വേ ആണ് എൻ്റെ പ്രിയപ്പെട്ട റൈറ്റർ എന്ന് പറയുന്നു. ഏകാകികളുടെ ശബ്ദം പോലെയുള്ള ഒരു ലേഖന സമാഹാരത്തിൽ ജെയിംസ് മിച്ചനറിൻ്റെ നോവലിൻ്റെ ടെക്നിക്കിനെ കുറിച്ച് MT എഴുതുന്നു. അതിൽ തന്നെ ടോണി മോറിസന്റെ പ്രഭാഷണത്തെക്കുറിച്ച് MT എഴുതുന്നു. വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം എന്ന് നമ്മൾ TS എലിയറ്റിനെ പോലെയുള്ളവരെ പറയും. മലയാളത്തിൽ ചെറുകഥയ്ക്ക് വർക്ക്ഷോപ്പ് ക്രിറ്റിസിസംസ് ഒരുപാടുണ്ട്. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കാഥികൻ്റെ പണിപ്പുരയിലേക്ക് എങ്ങനെ പ്രവേശിക്കാം? അതിലൊരു പുതിയ റൈറ്റർ MTയോട് ചോദിക്കുന്നു, ഞാൻ പപ്പടം നിർമ്മിക്കുന്നവരെ കുറിച്ച് കഥ എഴുതാൻ ആരംഭിക്കുന്നു, എന്താണ് അങ്ങയുടെ അഭിപ്രായം? അപ്പോൾ MT കൊടുക്കുന്ന ഉപദേശം, ഏത് സാധനം എഴുതുമ്പോഴും നിങ്ങൾ അവരെ പഠിച്ചിട്ട് ചെയ്യണം, അനുഭവത്തിൻ്റെ പ്രതലത്തിൽ നിന്നല്ലെങ്കിൽ നിങ്ങൾ എഴുതരുതെന്ന് പറയുന്ന ഉപദേശം കൊടുക്കുന്ന ഈ വർക്ക്ഷോപ്പ് റൈറ്റിങ്ങിൻ്റെ കാഥികൻ്റെ പണിപ്പുരയേ അല്ല MTയുടെ കാഥികൻ്റെ കല എന്ന് പറയുന്ന പുസ്തകം. ഈ ഏകാകികളുടെ ശബ്ദമല്ല കിളിവാതിലിലൂടെ എന്ന പുസ്തകം. ഇതൊന്നുമല്ല MTയുടെ പ്രഭാഷണങ്ങളുടെ രീതി. ഇതല്ല നാടകം, ഇതല്ല നാലുകെട്ടിൻ്റെ ക്രാഫ്റ്റ്. നാലുകെട്ടല്ല രണ്ടാമൂഴം, രണ്ടാമൂഴമല്ല കാലം, കാലമല്ല അസുരവിത്ത്, അസുരവിത്തല്ല വാരാണസി എന്ന് പറയുമ്പോൾ അധ്വാനിക്കുക അധ്വാനിക്കുക എന്ന് പറയുന്നൊരു മുദ്രാവാക്യമുണ്ടല്ലോ. ഇപ്പോൾ പിയറി മാഷറയെ പോലെയുള്ളവർ എഴുത്ത് ഒരു ലേബറാണ്, ഒരു പണിയാണ് എന്ന തരത്തിൽ ഇദ്ദേഹം തിരക്കഥയിൽ പോലും അധ്വാനിക്കാൻ കാണിക്കുന്ന ഈ മനസ്ഥിതി അവസാനം വരെയും MTയെ ഒരു വലിയ പ്രിയപ്പെട്ട എഴുത്തുകാരനാക്കി മാറ്റി എന്നുള്ളത് മനസ്സിൽ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ KP രാമണൻ്റെ മാഷ് മുന്നിലുണ്ട്, N ജയചന്ദ്രനുമായിട്ടുള്ളൊരു ഡിസ്കഷൻ ഇടയിലാണെന്ന് തോന്നുന്നു. അന്ന് പുതിയ എഴുത്തുകാരുടെ കൂട്ടത്തിൽ നിന്ന് രാമനുണ്ണിയുടെ കുറുക്സ് ഒരു ഉത്തരത്തിനിടയിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. ആ കഥ എഴുതാൻ പുതിയ എഴുത്തുകാർ ഉപയോഗിക്കുന്ന കെമിസ്ട്രീനെ കുറിച്ച് MT എന്ന ഈ മാസ്റ്റർ ബിൽഡർ സംസാരിക്കുന്നു. ഇത് പ്രാഥമികമായി എൻ്റെ മനസ്സിൽ തോന്നുന്ന രണ്ട് കാര്യങ്ങളാണെങ്കിലും സത്യത്തിൽ MTയെ കുറെ കൂടി ആഴത്തിലേക്ക് അന്വേഷിക്കാൻ എന്നെ സഹായിച്ചത്, ഞാൻ നീട്ടി പറയുന്നില്ല, ഈ പാലക്കാട് ജില്ലയിലെ കുറുമ്പാച്ചി മലയിൽ അകപ്പെട്ടു പോയ ബാബു എന്ന് പറയുന്ന ഒരു യുവാവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ യോദ്ധ സിനിമയിലടക്കം ഷൂട്ടിങ്ങിന് നിന്നുകൊടുത്തൊരു മലയാണ് ഈ കുറുമ്പാച്ചി മല. ഈ മലയുടെ മണ്ടയ്ക്കായിട്ട് ബാബു കയറിപ്പോയതിന് ശേഷം അതിനെ തമാശയ്ക്ക് ബാബുമല ബാബുമല എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബാബു അവിടെ പിള്ളത്തടം പോലുള്ളൊരു ഗുഹയിൽ അകപ്പെട്ടപ്പോൾ
ഹെലികോപ്റ്ററുകൾക്ക് പോലും ഈ ബാബുവിനെ താഴെ ഇറക്കാൻ പറ്റാത്ത ആ വിഷ്വൽസ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് MTയുടെ എഴുത്തിലേക്ക് കയറാനുള്ള ഒരു പിള്ളത്തടം ഈ ബാബുവിലുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയത്. അത് മറ്റൊന്നുമല്ല, സൗന്ദര്യലഹരിയിലൊരു ശ്ലോകമുണ്ട്, അതിനെപ്പറ്റി നടരാജഗുരു പറയും. ആ ശ്ലോകം വേണമെങ്കിൽ ഞാനിവിടെ ഉദ്ധരിക്കാം, പക്ഷെ അത് ഉദ്ധരിക്കുന്നില്ല. അത് ശിവന് ഹിമാലയത്തിൻ്റെ പുത്രിയെ പത്നിയായി കൊടുക്കുമ്പോൾ സ്ത്രീധനമായി കൊടുത്തതെന്ത് എന്ന് വിശദീകരിക്കുന്നൊരു ശ്ലോകമാണ്. ആ ശ്ലോകത്തിൽ നിതംബ വിസ്താരത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്തെ വ്യാഖ്യാനിച്ച് നടരാജഗുരു പറയും, ഇതിലെ ഈ നിതംബ വിസ്താരം എന്ന വാക്കിന് നിങ്ങൾ എടുക്കരുത്, ഇതിന് മറ്റൊരർത്ഥമാണ് സാധ്യതയുള്ളത്. ബാബു ആ അർത്ഥം എനിക്ക് പറഞ്ഞു തന്നു, ഞാൻ മനസ്സിലാക്കി. അതായത് ഈ ഭൂമിയുടെ വിസ്താരത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്നാൽ അത് കാണാൻ പറ്റില്ല, മണ്ടയ്ക്ക് കയറണം. അതാണ് ആരൻ നെയ്സ് മണ്ടയ്ക്ക് കയറി തൻ്റെ ജീവിതത്തിൻ്റെ മധ്യാഹ്നം കഴിഞ്ഞപ്പോൾ ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നോർവേയിലയുടെ ഒരു മലയുടെ മണ്ടയിൽ നിന്ന് താഴോട്ട് വന്നത്. അതുകൊണ്ടാണ് ഈ മണ്ടയ്ക്ക് ചെന്ന് നിൽക്കുമ്പോഴാണ് ഭൂമിയുടെ വിസ്താരം കാണാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഡീപ്പ് ഇക്കോളജിക് സെൻസ്. ഈ സാധനവുമായിട്ടാണ് MT മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത്. അത് MT കൊടിക്കുന്നത്ത് കാവിലമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയും, എൻ്റെ എഴുത്തിൻ്റെ പ്രേരണയ്ക്കകത്ത് കൊടിക്കുന്നത്ത് കാവിലമ്മയുണ്ട്. കൂടല്ലൂരിലെ കൊടിക്കുന്നത്ത് കാവിലമ്മയുടെ ക്ഷേത്രത്തിലേക്ക് കയറാൻ ആ മണ്ടയ്ക്ക് കുന്നിൻ്റെ മുകളിൽ ചെന്ന് നിന്നിട്ട് താഴോട്ട് നോക്കിയ വാസു എന്ന് പറയുന്ന ചെറുക്കൻ അവൻ്റെ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ട്, എന്തോരം കഥകളാണ് ഈ ഭൂമിയിൽ അപ്പാടെ ഇങ്ങനെ ചിതറിക്കിടക്കുന്നത്, ഇതൊക്കെ എന്നാണ് ഞാൻ എഴുതി തീരുക എന്ന ഈ ഡീപ്പ് ഇക്കോളജിക് സെൻസ് MT ആവിഷ്കരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കൃതിയാണ് രണ്ടാമൂഴം. രണ്ടാമൂഴത്തിൻ്റെ ഐതിഹാസിക കഥയിൽ മണ്ടയ്ക്ക് മഹാപ്രസ്ഥാനിക യാത്ര നടത്തുമ്പോൾ ആ മഹാപ്രസ്ഥാനിക യാത്രയുടെ തുടക്കത്തിൽ യുധിഷ്ഠിരൻ തൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്തൊക്കെ സംഭവിച്ചാലും തിരിഞ്ഞു നോക്കരുത് എന്നുള്ളതാണ്. ഇവർ ഈ ഹസ്തിനാപുരം കടന്ന് ഹിമാലയത്തിലെത്തി, ഹിമാലയവും കടന്ന് മണലാരണ്യം താണ്ടി സുമേരു പർവ്വതത്തിൻ്റെ മണ്ടയിലേക്ക് കയറുമ്പോൾ അവരുടെ കൂടെ ഒരു പട്ടി പിറകിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഇതിഹാസത്തിലെ ചിത്രകഥാ സമാനമായി ഈ രംഗങ്ങളെ അതേ മട്ടിൽ ആവിഷ്കരിക്കാനല്ല MT എന്ന കൂടല്ലൂരുകാരൻ ശ്രമിച്ചത്. അദ്ദേഹം ഈ കാട് പിന്തുടർന്ന് മലരാരണ്യം കടർന്ന് മണ്ടയ്ക്ക് കയറുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന ഭീമൻ എന്ന രണ്ടാമൂഴക്കാരനെ ആവിഷ്കരിച്ചിട്ട് അവിടെ എഴുതി വയ്ക്കും, ഞാൻ പിന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് വീണുപോയ ദ്രൗപദിയെ അല്ല, ഞാൻ ഈ നായയല്ല, വീണുപോയ സഹോദരങ്ങളെയല്ല, കാട് കാട് കാട്, ചിഹ്നം വിളിക്കുന്ന ആനകൾ, കൊമ്പുരഞ്ഞ് തീപാറുന്ന ആ മഹാഋതുക്കൾ, എൻ്റെ ഹിഡുംബി എൻ്റെ ഹിഡുംബി എൻ്റെ ഹിഡുംബി എന്ന് പറയും. ഈ ഡീപ്പ് സെൻസാണ് ഒരർത്ഥത്തിൽ MTയെ പിൽക്കാലത്ത് നിളാനദിക്ക് വേണ്ടി സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ MTയുടെ ആ പരിപ്രേക്ഷ്യത്തെ കാണാതെ പോരുതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. MT ഒരിക്കൽ ഇന്ത്യ ടുഡേ ഒരു ഇൻ്റർവ്യൂവിലാണെന്നാണ് എൻ്റെ ഓർമ്മ, തൻ്റെ പ്രിയപ്പെട്ട 5 മലയാള കൃതികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ 5 എണ്ണവും എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ലെങ്കിലും അതിൽ 2 കവിതകളാണ്. ഒന്ന് കുടിയൊഴിക്കൽ എന്ന കവിതയും മറ്റൊന്ന് കറുത്ത ചെട്ടിച്ചുകൾ എന്ന് പറയുന്ന ഇടശ്ശേരിയുടെ കവിതയുമാണ്. മറ്റൊന്ന് പാത്തുമ്മായുടെ ആടാണ്. ഈ പാത്തുമ്മായുടെ ആട് സെലക്ട് ചെയ്ത് MTയെ പോലും നമ്മൾ പ്രത്യേകമായി പഠിക്കണം. കാരണം കാമുകൻ്റെ ഡയറി എന്ന് തൻ്റെ ഒരു കൃതിക്ക് പേരിട്ട ബഷീറിനെ ആ കാമുകൻ്റെ ഡയറിക്ക് പകരം അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന പേര് സംഭാവന ചെയ്ത ആൾ MTയാണ്. ഈ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ MTയുടെ കോൺട്രിബ്യൂഷനാണ്. ബഷീറിനെ എൻ്റെ ഗുരു എന്ന് വിളിക്കുകയും ആ ഗുരുവിൻ്റെ നിക്കടത്തിലിരിക്കുകയും ചെയ്യുന്ന MT കാഥികൻ്റെ കലയിൽ ബഷീറിന് വേണ്ടി ഒരു ചാപ്റ്റർ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ എൻ്റെ ഗുരു എന്ന സ്നേഹത്തോടെ MT എഴുതിയത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റൊരാൾ എഴുതിയൊരു ഭാഗമാണ് ഓർമ്മ വന്നത്. അത് K. രാജശേഖരൻ നായർ വൈദ്യത്തിൻ്റെ സ്മൃതി സൗന്ദര്യം എന്ന അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട പുസ്തകങ്ങളിലെ ഒരു ലേഖനം, ഒരു തെറാപ്യൂട്ടിക് ആർട്ടിക്കിളാണ് ആ സാധനം. അതിൽ ഡോക്ടർ K. രാജശേഖരൻ നായർ വൈക്കം മുഹമ്മദ് ബഷീറിനോടുള്ള എല്ലാ ആദരവോടെയും ബഷീറിനെ കാണാൻ ആഗ്രഹിച്ചതിനെക്കുറിച്ചും ബഷീറിനെ കാണാൻ പോയതിനെക്കുറിച്ചും എഴുതുന്നുണ്ട്.
പക്ഷേ തൻ്റെ ഈ പ്രിയപ്പെട്ട റൈറ്ററെ കണ്ട നിമിഷത്തിൽ തന്നെ ഞാൻ ഇയാളെ വെറുത്തുപോയി എന്ന് രാജശേഖരൻ നായർ എഴുതി. അത് വേറൊന്നും കൊണ്ടല്ല, ബഷീറിൻ്റെ ടൈലിസം എന്ന് പറയുന്ന ഒരു രോഗമുണ്ടായിരുന്നു. എപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കുക. താനിരിക്കുന്ന ഈ മാംഗോസ്റ്റിൻ മരത്തിൻ്റെ ചുവട്ടിലെ കസേരയ്ക്ക് ചുറ്റും തുപ്പൽ കൊണ്ടൊരു വട്ടം വരയ്ക്കുന്ന ബഷീർ എന്നെ വെറുപ്പിച്ചു എന്ന് രാജശേഖരൻ നായർ എഴുതിയിട്ടുണ്ട്. പക്ഷേ MT അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്, എൻ്റെ ഗുരു ഇടക്കിടയ്ക്ക് ചുമയ്ക്കുമ്പോൾ തൊണ്ടയിൽ നിന്ന് വരുന്ന കട്ടക്കഫത്തെ പുറത്തേക്ക് തുപ്പും. ഇത് MTയുടെ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് രാജശേഖരൻ നായർ മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്. തെറാപ്യൂട്ടിക്കായി ബഷീറിനെ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇത് രണ്ട് തന്നെ ആയാലും കൊടിക്കുന്നത്ത് കാവിലമ്മയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ ഭൂവിസ്താരത്തെക്കുറിച്ച് എഴുതിയ MT അത് മഞ്ഞിലും ഈ ക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. മഞ്ഞ് ആരംഭിക്കുന്നത് വിമല കുമയൂൺ കുന്നുകളുടെ മുകളിലിരുന്ന് ചീവീടുകളുടെ ശബ്ദം കേൾക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഈ ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, നിശബ്ദതയെക്കുറിച്ച് ഉള്ള ഒരു ശാസ്ത്രം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ആ നിശബ്ദത പോലും ഒരു സംഗീതമായി തീരുന്നതിനെ കുറിച്ചിട്ടുള്ള വിദഗ്ധമായൊരു വിവരണത്തോടു കൂടിയിട്ടാണ് മഞ്ഞ് ആരംഭിക്കുന്നത്. വിമല അവൾ പഠിച്ചിട്ടുള്ള ജീവശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിച്ച് ആ നിശബ്ദതയ്ക്കുള്ളിൽ കേൾക്കുന്ന സംഗീതത്തെ വേർതിരിച്ചറിയും. ഇപ്പം KP ശങ്കരൻ മാഷ് മഞ്ഞിൻ്റെ തുടക്കത്തിൽ എഴുതിയത് MT ഒരു സാഹിത്യ ശില്പശാലയിൽ ഉണ്ടത്രേ. ഈ നോവലിൽ ഒരൊറ്റ വാക്ക് മാത്രമേ വെട്ടിക്കളയേണ്ടതായി എനിക്ക് തോന്നിയിട്ടുള്ളൂ, ഉരുളക്കിഴങ്ങ് എന്ന വാക്ക്. പക്ഷെ അതിൽ ഈ ഉരുളക്കിഴങ്ങ് പോലെ തന്നെ തെറിച്ചു നിൽക്കുന്ന ഒരു വാക്കും കൂടിയുണ്ട്. വിമല ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയും, ഈ ചീവീടുകൾ ഏത് ഗണത്തിൽപ്പെട്ടതാണ്? അത് ഫൈലം ആന്ത്രോപോഡ എന്ന് പറയുന്ന ഒരു ഇതിലല്ലേ? ഓഹ് ദൈവമേ ഈശ്വര, അതിങ്ങനെ തട്ടിക്കളയുന്ന ഒരു സംഗതിയിൽ തുടങ്ങുന്ന ഇതുപോലും മണ്ടയ്ക്ക് കയറി നിന്ന് ഭൂമിയുടെ സൂക്ഷ്മതയെ നിരീക്ഷിക്കുന്ന ആ കുട്ടിക്കാലത്തിൻ്റെ ആവിഷ്കാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം ഇപ്പോൾ ആമുഖമായി അവസാനിപ്പിക്കാം. തൻ്റെ പ്രിയപ്പെട്ട കവി ഇടശ്ശേരിയാണ് എന്ന് MT പറഞ്ഞിട്ടുണ്ട്. കുടിയൊഴിക്കൽ എനിക്കിഷ്ടമാണ്. ആ കുടിയൊഴിക്കൽ ഇഷ്ടപ്പെടുന്നതിനുള്ളിൽ MTയുടെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്. അതൊരു പക്ഷേ രണ്ടാമത് സംസാരിക്കുമ്പോൾ വിശദീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. MT ഇടശ്ശേരിയെ ഇഷ്ടപ്പെടുന്നതിന് ഒരു കാരണം, ഞാൻ നനഞ്ഞ ജലം തന്നെയാണ് ഈ കവിയും നനഞ്ഞത്. ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ കുളിച്ച ഈ പുഴയെ കുറിച്ചിട്ടാണ്. എൻ്റെ നിളാനദിയുടെ മുകളിലെ പാലം വരുമ്പോൾ അത് യന്ത്രനാഗരികത ഈ ജലത്തെ മുഴുവൻ ഒരു മലിനജലമാക്കി മാറ്റുന്നതിനെ കുറിച്ചൊക്കെ MT പറയുകയും ഈ ജലം എനിക്ക് പ്രിയപ്പെട്ടതാണ്, ഇടശ്ശേരി എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ പിൽക്കാലത്ത് വന്ന ഒരു ട്വിസ്റ്റിനെ കൂടി നമ്മൾ കാണാതിരിക്കരുത്. അമ്പ പേരാറെ മാറിപ്പോമോ ആകുലമാമോ ഒരഴുക്കുജാലായി എന്ന് മാത്രമേ ഇടശ്ശേരി കണ്ടിട്ടുള്ളൂ. ആ ആകുലമായ അഴുക്കുനീരായി മാറുകയല്ല നിള ചെയ്തത്. ഭാവിയിൽ ഇടശ്ശേരി ഒരിക്കലും സങ്കല്പിക്കാത്ത രീതിയിൽ നിളാനദിയിലെ മണലുകളെല്ലാം ഊറ്റി കൊണ്ടുപോകുന്ന ഒരു പുതിയ പാരിസ്ഥിതിക വിരുദ്ധതയുടെ കാലത്ത് MT തൻ്റെ സർവസ്വവും എടുത്തു വെച്ച് ആ നിളാനദിയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി നിന്ന നിൽപ്പ്, ഒരുപക്ഷെ ഹെമിംഗ്വേ വലിയ തോക്ക് അതിൻ്റെ പാത്തിയിൽ കാൽ ചവിട്ടി അതിൻ്റെ ഉണ്ട തൻ്റെ ശിരസിലേക്ക് നീട്ടിവെച്ച് നിൽക്കുന്ന ദൃശ്യം പോലെ തന്നെ ഐതിഹാസികമായൊരു ദൃശ്യമായി കാണാനാണ് എനിക്ക് ഇഷ്ടം. ഇത്രയുമാണ് ആമുഖമായി ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. MTയുടെ നാട് കാൽപ്പനികവൽക്കരിച്ചും അല്ലാതെയും ഭാരതപ്പുഴയുടെ ഓരമാണ് എന്ന് പറയാറുണ്ട്. അത് വെറും ഒരു സ്ഥലപരമായ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. MTയുടെ സൗന്ദര്യ തത്വത്തെ, MTയുടെ കലാദർശനത്തിൻ്റെ രൂപീകരണത്തെയൊക്കെ നിർണായകമായി സ്വാധീനിച്ച ദൃശ്യവും സ്വപ്നവുമാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴ ഏതെങ്കിലും കാലത്ത് നിറഞ്ഞൊഴുകിയിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. മഴക്കാലത്ത് എല്ലാ പുഴകളും നന്നായിട്ട് ഒഴുകും. അക്കാലത്തല്ലാതെ ഭാരതപ്പുഴ വലിയ ഒരു പുഴയായിട്ട്, നിത്യമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയായിട്ട് ഉണ്ടായിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ. അത് ഭാരതപ്പുഴയുടെ ഓരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ പറയേണ്ടതാണ്. ഈ മലമ്പുഴ ഡാം കെട്ടിയതിന് ശേഷമാണ്
ഭാരതപ്പുഴയിലേക്കുള്ള വെള്ളത്തിൻ്റെ വരവ് കുറഞ്ഞത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പഴയ എഴുത്തുകൾ നോക്കിയാൽ ഭാരതപ്പുഴ അങ്ങനെ ഒരു പുഴയായിട്ട് ഒഴുകിയതിനെക്കുറിച്ച് അധികമൊന്നും പറയാനില്ല. വേണം വേറെ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് കുറുകെ തോണിയിൽ കിടക്കാം. കമലിൻ്റെയൊക്കെ സിനിമയിൽ കാണാം, കുറുകെ കിടക്കാം. പക്ഷേ നമുക്ക് ഷൊർണൂരിൽ നിന്നോ മറ്റോ തോണിയിൽ പൊന്നാനി വരെ പോകാൻ സാധിക്കുന്നൊരവസ്ഥ ഒരുപക്ഷെ മഴക്കാലത്ത് പറ്റുമായിരിക്കും, അല്ലാതെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ അന്വേഷണത്തിൻ്റെ പരിമിതി തീർച്ചയായിട്ടും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റ് വെച്ച് പറയുന്നത്. പക്ഷേ ഈ ഒഴുക്ക് എന്ന ആശയം MTയുടെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. മുകളിൽ നിന്നുള്ള നോട്ടത്തെക്കുറിച്ച് സിദ്ദിഖ് ഇവിടെ പറഞ്ഞല്ലോ. ഒഴുക്ക് എന്നുള്ള ആശയം, ജീവിതം ഒഴുകണം എന്ന ആശയം, ജീവിതത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, രോഗമായിരിക്കാം, പ്രത്യയശാസ്ത്രങ്ങളുടെ വളരെ ചെറിയ രീതിയിലെ വ്യാഖ്യാനമായി, സർഗാത്മകമായി പ്രത്യയശാസ്ത്രങ്ങളെ വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിന് ഒഴുകാൻ പറ്റില്ല. ഇങ്ങനെ പല തടസ്സങ്ങളും ജീവിതത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കുന്നതായിട്ടുണ്ട്. ഇത് MT ഒരു സവിശേഷം. ഇപ്പോൾ വെള്ളം, വേറൊരു ഭാഷയിൽ പറഞ്ഞ വെള്ളം എന്ന ആശയം MTയിലെ ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമാണ്. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഭാരതപ്പുഴയെക്കുറിച്ച് MTക്ക് ഒരു സ്വപ്നമുണ്ട്, എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഭാരതപ്പുഴ. ഈ ലിക്വിഡിറ്റി, ഫ്ലോ പോലുള്ള ആശയങ്ങൾ MTക്ക് വളരെ പ്രിയപ്പെട്ട ആശയങ്ങളാണ്. അപ്പോൾ ആ നിലക്ക് MT നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള സദസ്സിൽ കുറച്ച് നാടകീയമായിട്ട് പറയാവുന്ന ഒരു കാര്യം മാത്രം, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പറയുന്ന അമട്ടിൽ ഇങ്ങനെ പൊതു സദസ്സിൽ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. MT ഒഴുക്കിനെയും ഒഴുക്കിൻ്റെ തടസ്സത്തെയും നാടകീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥാസന്ദർഭം അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ചെറുകഥയിൽ ഉണ്ട്. ആ ചെറുകഥ ഇരുട്ടിൻ്റെ ആത്മാവ് തന്നെയാണ്. ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രത്യേക അതിലൊരു ഭാഗം രോഗിയായ, ആ രോഗം ഭ്രാന്താണെന്ന് നമുക്കറിയാം, വേലായുധനെ കുളിപ്പിക്കാനായി അച്യുതൻ നായർ എന്ന് പറയുന്ന ഒരാൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാൾ ഒരു വലിയ പാത്രത്തിൽ, വട്ടപാത്രത്തിൽ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രമുണ്ട്, ഒരു വലിയ വട്ടപാത്രവും വേറെ ഇത് മുക്കി ഒഴിക്കാനുള്ള വേറെ ചെറിയ പാത്രവും ഇവിടെയുണ്ട്. അച്യുതൻ നായർ അങ്ങോട്ട് മാറിയപ്പോൾ വളരെ വിചിത്രമായ ഒരു ഒഴുക്ക് സ്വപ്നം, ഡ്രീം ഓഫ് ഫ്ലോ, ഈ ഭ്രാന്തനായിട്ടുള്ള വേലായുധന് ഉണ്ടാവുന്നു. ആ സ്വപ്നത്തിൻ്റെ ദൃശ്യവൽക്കരണം എന്ന പോലെ അയാൾ ഒരു കാര്യം ചെയ്യുകയാണ്. അടുത്ത് തന്നെ കുളിപ്പിക്കാനായി ശേഖരിച്ച് വെച്ച വെള്ളം, ആ വെള്ളത്തെ നോക്കിക്കൊണ്ട് അയാൾ തീരുമാനിക്കുകയാണ്, ഒരു പാത്രത്തിൽ, ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് ആ വെള്ളം മറിക്കുകയാണ്. ആ വെള്ളം അയാൾ മറിച്ച് കളയാണ്. അപ്പോൾ അയാൾ ആലോചിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. ഈ പുഴ, എൻ്റെ നാടിൻ്റെ, എൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമായ ഈ ഭാരതപ്പുഴ ഇങ്ങോട്ട് ഒഴുകിയിരുന്നെങ്കിൽ എനിക്ക് ജാലകത്തിലൂടെ മീൻ പിടിക്കാമായിരുന്നു എന്ന്. ഒഴുക്ക് എന്ന ആശയത്തെ ഒന്നും കൂടി നാടകീകരിച്ചുകൊണ്ട് ആ ഒരു കാര്യം. രണ്ടാമത്തെ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ അയാളെ ഭ്രാന്തനായ ഈ യുവാവിനെ കുളിപ്പിക്കാനായി ഭ്രാന്തില്ലാത്ത വൃദ്ധനായ ഒരാൾ കൊണ്ടുവച്ച വെള്ളം മുക്കി മറിക്കലാണ്. എന്താണ് രോഗം? രോഗത്തിന് ഒരുപാട് നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും സാധ്യമാണ്. എന്താണ് രോഗം? പ്രത്യേകം ഭ്രാന്ത് പോലുള്ള രോഗം എന്താണ്? നമുക്ക് ഒഴുകാനാവാത്ത അവസ്ഥയാണ്. ലോകത്തിന് ഭ്രാന്തില്ല, ഭൂരിപക്ഷം മനുഷ്യർക്കും ഭ്രാന്തില്ല. ഭ്രാന്തുള്ളൊരു മനുഷ്യന് ലോകത്തിൻ്റെ ഒഴുക്കിനോടൊപ്പം ഒഴുകാൻ പറ്റൂല, അയാൾ ഏകാഗിയാണ്. ആ ഭ്രാന്ത് രക്ഷപ്പെടാനുള്ള, ഈ ഭ്രാന്ത് എന്ന തടവറയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ വേലായുധൻ എന്ന യുവാവിൻ്റെ മോഹത്തെ അയാൾക്ക് വേണമെങ്കിൽ ഭാഷയിൽ ആവിഷ്കരിക്കാം. എനിക്ക് സ്നേഹം വേണമെന്ന് പറയാം, എൻ്റെ ചങ്ങല കെട്ടാതിരിക്കുക എന്ന് പറയാം. പക്ഷേ അയാൾ ലളിതമായിട്ട് ഈ ഒഴുക്ക് എന്ന ആശയത്തെ, വെള്ളത്തിന് ഒഴുക്ക് എന്ന ആശയത്തെ, ഒരു ഭാരതപ്പുഴയിലെ പൗരനി സങ്കല്പിക്കാവുന്ന ഈ ആശയത്തെ അവതരിപ്പിക്കുന്നു. ഇയാൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, തനിക്ക് തന്നെ കുളിപ്പിക്കാൻ വേണ്ടി വെച്ചാൽ ഈ പാത്രത്തിലെ വെള്ളം മുക്കി മറിക്കുന്നു. അപ്പോൾ ഭ്രാന്ത് എന്ന കൺഫൈൻമെൻറ്റിൽ നിന്ന്, ഭ്രാന്ത് എന്ന തടവറയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തൻ്റെ മോഹത്തെ ദൃശ്യവൽക്കരിച്ച് സ്വപ്നം പോലെ അവതരിപ്പിക്കുകയാണ് ഈ കഥയിൽ, ഈ കഥാസന്ദർഭത്തിൽ ഈ യുവാവ് വേലായുധൻ.
അപ്പോൾ ഞാൻ പറയുന്നത് അതുപോലെ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുഴുവൻ സമയം ഞാൻ എടുത്തേക്കാം. പിന്നെ അസുരവിത്തിൽ ഒരു കുളം പറയുന്നുണ്ട്, പൊന്നാനിയിലുള്ള പള്ളിയിലെ കുളം. ഞങ്ങളൊക്കെ അതിൽ ആ വിവരണത്തിൽ ആകർഷ്ടരായിട്ട് പിൽക്കാലത്ത് ആ കുളം കാണാൻ വേണ്ടി മാത്രം അവിടെ പോയിട്ടുണ്ട്. MT പറയുന്നത് എൻ്റെ ആദ്യത്തെ വിദേശ യാത്ര പൊന്നാനിക്കാണെന്നാണ്. അദ്ദേഹം കോളേജ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഏതോ അധ്യാപകന് യാത്രയയപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു മംഗളപത്രം തയ്യാറാക്കി. MTക്ക് അന്നേ ഭാഷയുള്ളതുകൊണ്ട് MTയുടെ ചുമതലയായിരുന്നു. ആ മംഗളപത്രം ഫ്രെയിം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം പൊന്നാനിയിലേക്ക് വരുന്നത്. ആ യാത്രയെപ്പറ്റി പറയുന്നതാണ് എൻ്റെ ആദ്യത്തെ വിദേശ യാത്ര. ആ യാത്രയിൽ തന്നെ അദ്ദേഹം ഈ വലിയ മതം മാറുന്ന പള്ളി കണ്ടിട്ടുണ്ടാവും, ആ പള്ളിക്കുളം കണ്ടിട്ടുണ്ടാവും. ആ പള്ളിക്കുളത്തിലേക്ക് ഈ മതം മാറിയ ആൾ നോക്കുന്നുണ്ട്, അപ്പോൾ വേറൊരു മനുഷ്യനെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒഴുക്കില്ലായ്മ പോലുള്ള വിഷയങ്ങൾ MT പ്രിയപ്പെട്ട ആശയമായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് MTയുടെ മില്യു, MTയുടെ പിന്നെ കൾച്ചറൽ അഡ്രസ്സ് എന്ന് പറയുന്ന വലിയൊരു, കോഴിക്കോടിനെ കുറിച്ച് MT അത്രയൊന്നും എഴുതിയിട്ടില്ല. MT കൂടുതൽ കാലം ജീവിച്ച കോഴിക്കോടിനെ കുറിച്ച് MT അധികമായിട്ടൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ തൻ്റെ ബാല്യവും യൗവനവും ചെലവഴിച്ച, അല്ലെങ്കിൽ തന്നെ മാനസികമായി തൻ്റെ വേരുകൾ താൻ നിലനിർത്തിപ്പോന്ന ഈ ഭാരതപ്പുഴയുടെ ഓരം, ആ പ്രദേശമാണ് MTയുടെ ഒരു പ്രധാനപ്പെട്ട മില്യു എന്ന് പറയുന്നത്. ആ മില്യു വെച്ചുകൊണ്ട് ഈ ഭ്രാന്ത് എന്ന ആശയത്തിന് സ്വയം മോചിതനാവാനായി ഒരു ഭ്രാന്തം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അത് സാധാരണ നിലക്ക് ഈ പിന്നെ ഇരുട്ടിൻ്റെ ആത്മാവ് വായിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഇത് ഇയാളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു രീതിയാണ് എന്ന് നമ്മൾ പറയാറില്ല. അപ്പോൾ ഇങ്ങനെ ഈ സൂക്ഷ്മമായിട്ടുള്ള വായനകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പഴയ നിരൂപണത്തിൽ അങ്ങനെ കാണാൻ പറ്റില്ല. ഒരു കഥ, ഇപ്പോൾ നേരത്തെ അനിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കഥയുടെ ഒരു വിഷയത്തിൻ്റെ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് നിർത്തുക, ആ സ്ഥലം വെച്ച് ആ ആശയം വെച്ചിട്ട് കഥ മൊത്തത്തിൽ കാണുക എന്നല്ലാതെ സൂക്ഷ്മമായിട്ട് ഒരു പെയിൻറ്റിങ് നോക്കുന്ന പോലെ, ഒരു ഗാലറിയിൽ തൂക്കിയിട്ട് ഒരു പെയിൻറ്റിങ് നോക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പിന്നെ രോഗിയുടെ ശരീരത്തെ ഒരു വിദഗ്ധനായ ഡോക്ടർ പരിശോധിക്കുന്ന പോലുള്ള നോട്ടങ്ങൾ സമീപകാല നിരൂപണത്തിലാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഥകളിയൊക്കെ കാണുന്ന ആളുകൾ, എക്സ്പേർട്സായ ആളുകൾ ഉണ്ടാവില്ലേ, അവരൊരു കൺപീലിയുടെ ചലനം വരെ ശ്രദ്ധിക്കും. അല്ല, പൊതുവെ കഥകളി കാണുന്നവർ അങ്ങനെ ചെയ്യണമെന്നില്ല. അവനുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ആ വൈദഗ്ധ്യം ഒരു വ്യക്തിപരമായിട്ടുള്ള വൈവിധ്യം അല്ല. കാരണം സാഹിത്യം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സൂക്ഷ്മ ചരിത്രമാണ്. ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും സമൂഹത്തിൻ്റെ സൂക്ഷ്മ ചരിത്രം. അതുകൊണ്ടാണ് മാർക്സിനെ പോലുള്ള ആളുകളൊക്കെ സാഹിത്യത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. മാർക്സും എംഗൽസും എഴുതിയിട്ടുള്ള പിന്നെ സാഹിത്യക്കുറിപ്പുകൾ മലയാളത്തിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിചാരിക്കുന്നു അധികം വൈകാതെ. അത് വായിച്ചാൽ നമുക്ക് അത്ഭുതപ്പെട്ടു. എത്ര ചെറിയ പിന്നെ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ വലിയ നിലക്ക് എഴുതിയിരിക്കുന്നത്. ചെറുതെന്ന് പറഞ്ഞാൽ ചെറിയ സ്പേസ് മാത്രമുള്ള, വളരെ കൊച്ചു കാര്യങ്ങളാണ്, പക്ഷേ വലിയ താല്പര്യത്തോടു കൂടി അവർ എഴുതിയിട്ടുണ്ട്. ഞാൻ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ മില്യു, അദ്ദേഹത്തിൻ്റെ മാനസിക ഭൂമി ആയിട്ടുള്ള ഈ ഭാരതപ്പുഴയുടെ ഓരങ്ങളിൽ കണ്ട കാഴ്ചകൾ സാംസ്കാരികമായ അധികമാനത്തോടു കൂടി അദ്ദേഹം അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഭാരതപ്പുഴയെക്കുറിച്ചുള്ള ഒരു ബദൽ സാംസ്കാരിക ചരിത്രം നമുക്ക് പിന്നെ MTയുടെ കൃതികൾ നോക്കിയാൽ കിട്ടുന്നതാണ്. അതിൻ്റെ ഏറ്റവും മൂർത്തമായ ഉദാഹരണമായിട്ട് ഒരു വായനക്കാരെന്നുള്ള എനിക്ക് തോന്നിയ കാര്യമാണ് ഈ വേലായുധം കൂട്ടി ഈ പാത്രത്തിൽ നിന്ന് വെള്ളം മുക്കി മറിക്കുന്ന കാര്യം എന്നുള്ളത്. അപ്പോൾ ഇത് ഞാനിവിടെ പിന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അവതരിപ്പിക്കുകയാണ്. തുറന്ന് സംസാരിക്കാനായി ഡോക്ടർ അനിലിനെ ക്ഷണിക്കുന്നു. ഇപ്പോൾ സിദ്ദിഖ് മാഷ് സൂചിപ്പിച്ചതിലും രാജഗോപാല മാഷ് പറഞ്ഞതിനകത്തൊക്കെ ഈ പാരിസ്ഥിതികമായ ഒരു നോട്ടം വാസ്തവത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കും ഒരു 10-20 കൊല്ലം മുമ്പ് MTയെ വായിച്ച ആളുകൾക്ക് ഈ കുന്നും ഈ പുഴയും ഇതുപോലുള്ള സൂചനകളും ഒരുപക്ഷെ കണ്ടെടുക്കാൻ കഴിയാതെ പോയത് എന്നതാണ് ഈ പുതുകാല വായനയുടെ അല്ലെങ്കിൽ വായനയും കാലവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആശയവുമായി ഒന്ന് ബന്ധിപ്പിക്കട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, MT എഴുതി തുടങ്ങുന്ന കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനോടടുപ്പിച്ചാണ് കേരളത്തിലെ വലിയ തോതിലുള്ള സാമൂഹ്യ വിപ്ലവ മുന്നേറ്റങ്ങൾ, കർഷക സമരം ഉൾപ്പെടെയുള്ള മുന്നേറ്റങ്ങൾ, ഇതൊക്കെ നടക്കുന്നത്.
ആ സന്ദർഭത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ വളരെ പ്രകടമായി തന്നെ കാണുന്ന വിവേചനങ്ങളുടെയും പ്രകടമായി തന്നെ കാണുന്ന ശ്രേണീവൽക്കരണത്തിൻ്റെയും രാഷ്ട്രീയമാണ് അക്കാലത്ത് നിലനിന്നിരുന്നത്. അതുകൊണ്ട് ജന്മിത്തത്തിനെതിരെയുള്ള സമരം, അയിത്തത്തിനെതിരെയുള്ള സമരം, അങ്ങനെ വളരെ പ്രത്യക്ഷമായ വിവേചനങ്ങൾക്കും ശ്രേണീകരണത്തിനുമെതിരെയുള്ള മുന്നേറ്റങ്ങളാണ് നടന്നിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് എം ടിയുടെ നോവലിലേക്ക് നോക്കിയാൽ അതിൻ്റെ ഒന്നും പ്രതിഫലനം ഇദ്ദേഹത്തിൻ്റെ രചനകളില്ല എന്നതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രചനകളുടെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം നമ്മുടെ അനുഭവങ്ങളെ എല്ലായ്പ്പോഴും മാധ്യമീകരിക്കുന്ന, അതിനെ മീഡിയേറ്റ് ചെയ്യുന്ന ചില രാഷ്ട്രീയ ഘടനകൾ ഉണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് പലപ്പോഴും അദൃശ്യമാണ്. ആ അദൃശ്യമായ രാഷ്ട്രീയ ഘടനകളാണ് എം ടിയുടെ അനുഭവ ലോകത്തെ അതായി മനസ്സിലാക്കുന്നതിന് തടസ്സമായി നിന്നത്. എം ടി വാസ്തവത്തിൽ പരിചരിക്കാൻ ശ്രമിച്ചത് നായർ തറവാടുകൾക്ക് അകത്ത് തന്നെ നിലനിന്നിരുന്ന വിവേചനത്തിൻ്റെ, മനുഷ്യാന്തസ്സിൻ്റെ പ്രശ്നമാണ് അദ്ദേഹം ചർച്ച ചെയ്യാൻ ശ്രമിച്ചത്. പ്രധാനമായും എല്ലാ കഥകളെക്കുറിച്ചും അല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലമായാലും നാലുകെട്ടായാലും അതിനകത്തെല്ലാം കടന്നു വരുന്നത് മനുഷ്യാന്തസ്സിനെ സംബന്ധിച്ച ഒരു പ്രമേയം ആണ്. ഈ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പനമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് വീണ്ടും നാം എം ടിയിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എം ടിയെ ഒരു കാൽപ്പനികനായോ അല്ലെങ്കിൽ ഒരു പുരോഗമന വിരുദ്ധ സ്വഭാവത്തോടു കൂടി എഴുത്തുകാരനായോ അല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു 30-ാം വയസ്സിൽ എം ടിയെ വായിച്ചതുപോലെയല്ല ഞാനിപ്പോൾ എം ടിയെ വായിക്കുന്നത്. ഇപ്പം ഞാൻ എം ടിയിൽ കാണാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ചില പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ടാണ് പുതുവായന ഞാൻ നിർവഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ സംസാരിച്ച പാരിസ്ഥിതിക രാഷ്ട്രീയം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. മനുഷ്യാന്തസ്സിനെ സംബന്ധിച്ചുള്ള ചില പ്രമേയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. അന്തസ്സാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മൂലധനം. അത് നാം കരുതുന്ന പോലെ ഭൂമിയിലുള്ള അവകാശം മാത്രമല്ല, വിഭവങ്ങളിലുള്ള അവകാശം മാത്രമല്ല, അന്തസ്സ് വാസ്തവത്തിൽ ഒരു പ്രധാനപ്പെട്ട ധാർമ്മിക പ്രശ്നമായി തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ജാതിയെ പറ്റി പറയുമ്പോൾ അയിത്തത്തെക്കുറിച്ചല്ല പറയുന്നത്, മനുഷ്യാന്തസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ അങ്ങനെ വരുമ്പോഴാണ് നാം അതുവരെ കേൾക്കാതിരുന്ന ഒരു ലോകം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എം ടി കേൾപ്പിക്കാൻ ശ്രമിച്ചത് നാലുകെട്ടിൻ്റെ പുറത്തുള്ള ജന്മിത്വത്തിൻ്റെ ശ്രേണീകൃതമായ വ്യവസ്ഥയല്ല, നാലുകെട്ടിനകത്തുള്ള ഈ ശ്രേണീകരണത്തെയും അതിൽ മനുഷ്യാന്തസ്സിന് അനുഭവിക്കുന്ന ആ പരിക്കിനെയും അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോഴാണ് അതിനകത്തേക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു ഘടകം കടന്നു വരുന്നത്. അവിടുത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാന്തസ് നേടിയെടുക്കാനുള്ള ഒരേ ഒരു വഴി പഠിക്കുക. തുക്കടി സായിപ്പാവാൻ പോവുകയാണോ നീ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മാവൻ. 10-ാം ക്ലാസ് പരീക്ഷ പാസ്സായിട്ടാണോ താൻ ഇനി തുക്കടി സായിപ്പാവാൻ പോകുന്നത് എന്ന് ചോദിക്കുക. പക്ഷേ തുക്കടി സായിപ്പായെ അവസാനിപ്പിക്കൂ ജീവിതം എന്ന് അപ്പുണ്ണി തീരുമാനിക്കുക. അപ്പുണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാഭ്യാസം എന്നത് ഈ ബിരുദം കരസ്ഥമാക്കി ഈ നാലുകെട്ടുന്നൊന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ അയാൾക്ക് ഈ മനുഷ്യാന്തസ് നേടിയെടുക്കാൻ പറ്റൂ. അതാണ് അതിലേറ്റവും പ്രധാനം. ദാരിദ്ര്യത്തെക്കാൾ അപ്പുണ്ണിയും ഈ ഇവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്തസ്സിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഇവർ തൊഴിലന്വേഷിച്ച് പലയിടങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ അങ്ങനെ പോയ ഇടങ്ങളിലൊക്കെ അവരൊരിക്കലും തങ്ങളുടെ ജീവിതത്തെ രാഷ്ട്രീയമായി വിലയിരുത്തുന്നില്ല എന്നൊരു പക്ഷേ നാം സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാവും. കാലത്തിലെ സേതു ഒരിക്കലും തൻ്റെ തന്നെ ജീവിതത്തെ രാഷ്ട്രീയമായി വിലയിരുത്താൻ, അതിനെ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച പ്രതിസന്ധികളെ സാമൂഹ്യമായും അതിൻ്റെ ചരിത്രപരമായും മനസ്സിലാക്കാൻ അയാൾ ശ്രമിക്കുന്നതേയില്ല. അയാൾ മിക്കവാറും മദ്യപാനത്തിലോ അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള ജീവിതത്തിലോ ഒക്കെ അഭിരമിച്ച് നേരത്തെ പറഞ്ഞ പോലെ വളരെ വളരെ എപ്പൊളിറ്റിക്കൽ എന്ന് വിളിക്കാവുന്ന ഒരു ജീവിതമാണ്, ഒരു നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെയാണ് മിക്കവാറും എം ടി അവതരിപ്പിച്ചിട്ടുള്ളത്. ആ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ പുതിയ രാഷ്ട്രീയത്തിൻ്റെ മണ്ഡലത്തിലിരുന്നു കൊണ്ട് എങ്ങനെ വായിക്കാം
എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അതായത് എം ടിയുടെ നാലുകെട്ട് അവസാനിക്കുമ്പോൾ അമ്മേനെയും കൂട്ടി വന്ന് നാലുകെട്ട് പൊളിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ ചെറിയ വീടുണ്ടാക്കണം എന്ന് പറയുന്നു. അപ്പോൾ അമ്മ ചോദിക്കുന്നൊരു ചോദ്യം, അപ്പോൾ ഭഗവതിയോ എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് അപ്പുണ്ണി മറുപടി പറയുന്നില്ല. അപ്പുണ്ണി ഉറക്കെ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ചിരി പഴയ തുരുമ്പിലും ഈ പറഞ്ഞ അവിടെ ഉണ്ടായിരുന്ന ചുമരിലൊക്കെ തട്ടി പ്രതിധ്വനിച്ചു എന്ന് പറഞ്ഞ ആ നോവൽ അവസാനിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭഗവതിയെക്കുറിച്ചൊരു ചർച്ചയ്ക്ക്, അതിനെക്കുറിച്ചുള്ളൊരു തീരുമാനത്തിന് അപ്പുണ്ണി തയ്യാറാവാത്തത് എന്ന ചോദ്യം 1990-കൾക്ക് ശേഷമുള്ള ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വായിക്കേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നാം എം ടിയുടെ നാലുകെട്ട് വായിക്കേണ്ടത് ആദ്യ അധ്യായത്തിൽ നിന്ന് ആരംഭിച്ചല്ല, അതിൻ്റെ അവസാന വാചകത്തിൽ നിന്ന് പുറകോട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അപ്പുണ്ണിയെപ്പോലെ മനുഷ്യാന്തസ് നേടിയെടുക്കുന്നതിന് വേണ്ടി നാലുകെട്ടിലെ തറവാടിത്തത്തോട് കലഹിച്ച ആ മനുഷ്യൻ തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന മറ്റു മനുഷ്യരുടെ അടിമത്തത്തെ പറ്റിയോ അവരനുഭവിച്ചിരുന്ന മനുഷ്യാന്തസ്സിനെ പറ്റിയോ യാതൊരു തരത്തിലും വേവലാതിപ്പെട്ടിരുന്നില്ല. അയാൾ രക്ഷപ്പെട്ടു പോയി. അങ്ങനെ രക്ഷപ്പെട്ട അയാളെ സംബന്ധിച്ചിടത്തോളം അതാണ് എം ടിയുടെ ഒരു കഥാപാത്രത്തോട് നമുക്കൊരു സ്നേഹം തോന്നില്ല, അതാണ് നമുക്കൊരാവേശം തോന്നില്ല. നമ്മളാരും നമ്മളുടെ മക്കളോട് എം ടിയുടെ കഥാപാത്രത്തെ പോലെ ആയിത്തീരണം എന്ന് പറയില്ല. കറുത്ത നിലാവ് എന്നുള്ള ആ കഥയിലൊക്കെ നായകനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നും. ഒരു മുയല് തട്ടി ചത്തുപോയപ്പോൾ അതിനെ തൂക്കി പിടിച്ച് കാറ് കൊണ്ടിരുത്തി ഹണിമൂണിന് പോകുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ഭാര്യയ്ക്ക് പോലും അയാളെ ഇഷ്ടമല്ല. ആണ് അയാളെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. പ്രേമിച്ച് കല്യാണം കഴിച്ച് ആദ്യ രാത്രിയിൽ തന്നെ അയാളുടെ പെരുമാറ്റം മനുഷ്യത്വരഹിതമായ പെരുമാറ്റമായിരുന്നു. അതോടുകൂടി തന്നെ തൻ്റെ ജീവിതം വെറുത്തൊരു നായികയാണ് ആ നോവലിലുള്ളത്, ആ കഥയിലുള്ളത്. അതേപോലെ ധാരാളം കഥകളുണ്ട്. ഈ മിഡിൽ ക്ലാസ്സിൽ അന്നത്തെ മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടി താമസിക്കുന്ന ലോഡ്ജിൽ ചീട്ട് കളിക്കണോടത്ത് പൈസയ്ക്ക് ചോദിച്ചു വരുന്ന ധർമ്മക്കാരനായ ഒരു കുട്ടിയുടെ കഥ പറയുന്നുണ്ട് എം ടി. ആ കുട്ടിയോട് വളരെ മോശമായിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്, ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാർ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ പറയുന്ന ജാതി ജന്മി വിഭാഗങ്ങളിൽ നിന്ന്, ഉന്നത ജാതി വിഭാഗങ്ങളിൽ നിന്ന്, ജന്മികളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന പുത്തൻ മധ്യവർഗത്തിൻ്റെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട മുഖത്തെയാണ് എം ടി അവതരിപ്പിച്ചത് എന്ന് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഭഗവതിയെക്കുറിച്ചുള്ള ഒരു ഉത്തരം പറയാൻ അപ്പുണ്ണി തയ്യാറല്ല. കാരണം ആ ഭഗവതിയെ അപ്പുണ്ണിക്ക് ആവശ്യമുണ്ട്. തറവാടിത്തത്തോട് ഈ അമ്മാവനോട് കലഹിച്ചപ്പോഴും തറവാടിത്തത്തോട് കലഹിക്കാൻ അപ്പുണ്ണി തയ്യാറായിരുന്നില്ല. അത് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം അയാൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാലത്തിലെ സേതുവിനായാലും ശരി, നാം വായിക്കുന്ന എം ടിയുടെ കഥാപാത്രങ്ങൾക്കുടനീളം നഷ്ടപ്പെട്ടു പോയ ഈ തറവാടിത്തത്തിൻ്റെ ആ ഗൃഹാതുരത്വം കിടന്ന് വിങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഒരേ സമയം ആധുനികതയെ എത്തിപ്പിടിക്കാനും മനുഷ്യാന്തസ്സിനെ വെല്ലുവിളിച്ച മനുഷ്യരൊന്നും ധീരോദാത്ത നായകന്മാരായി തീർന്നില്ല. അവരെല്ലാം തങ്ങളുടെ ഈ നഷ്ടപ്പെട്ട ഭൂതകാലത്തെ ഉള്ളിൽ ചെറിഷ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് അവർ. അവർക്ക് വിദ്യാഭ്യാസം വേണം, ആധുനിക ജീവിതം വേണം, നഗരജീവിതം വേണം. അതിനൊക്കെ പുൽകുമ്പോഴും ആ പഴയ നാലുകെട്ടിൻ്റെ ആ പ്രതാപം, താൻ തന്നെ എതിർത്ത് തോൽപ്പിച്ച അമ്മാവന്മാർ സംരക്ഷിച്ച ആ തറവാടിത്തത്തെ, ആ ഭഗവതിയെ വാസ്തവത്തിൽ തൻ്റെ ഉള്ളിൽ കുടിയിരുത്തിക്കൊണ്ടാണ് ആ കഥാപാത്രങ്ങൾ നടന്നത്. ആ മനുഷ്യരാണ് ഇന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി തീർന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇന്നത്തെ കേരളത്തിൻ്റെ ഉയർന്നു വരുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നെടുനായകത്വത്തിൽ നിൽക്കുന്നത് ഈ അപ്പുണ്ണിയും സേതുവുമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് വാസ്തവത്തിൽ എം ടി അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഈ തറവാടിത്തത്തിൽ നിന്ന് ഇറങ്ങി വന്ന, അതിനോട് കലഹിച്ചിറങ്ങി വന്നു എന്ന് നാം കരുതുന്ന ആ മനുഷ്യർ എത്ര പ്രതിലോമകാരികളായിരുന്നു ഈ സമൂഹത്തിലെന്ന് അദ്ദേഹം വാസ്തവത്തിൽ ഒരു സോഷ്യോളജിസ്റ്റിനെ പോലെ കണ്ടെത്തുകയാണ് ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ എല്ലാം ഭയങ്കരമായി നമ്മളെ വീർപ്പ് മുട്ടിക്കുകയോ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത കഥാപാത്രങ്ങളായി തീരുകയോ ചെയ്യുന്നത്. അത്ര സൂക്ഷ്മമായാണ് ആ നാലുകെട്ടിനകത്ത് വളർന്നു വന്ന പ്രതിലോമ രാഷ്ട്രീയത്തെ എം ടി അടയാളപ്പെടുത്തിയതെന്നും
ആ നെഗറ്റീവായ ഈ പറയുന്ന ഋണാത്മകമായ ആ കഥാപാത്രങ്ങൾ വാസ്തവത്തിൽ കേരളത്തിൻ്റെ പുരോഗമന രാഷ്ട്രീയത്തിന് കടയ്ക്കൽ കത്തിവെക്കുന്ന മധ്യവർഗമായാണ് പിന്നീട് മാറിയതെന്നും അതാണ്. അതുകൊണ്ട് ഈ മധ്യവർഗത്തെക്കുറിച്ചുള്ള ആശങ്ക ദേവലോകത്തിനകത്ത് ചെറുകാട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ മധ്യവർഗമാണ് കേരളത്തെ ഒരു ഘട്ടത്തിൽ വളരെയധികം മുന്നോട്ട് നയിച്ചത് നമുക്കറിയാം. കാരൂരിൻ്റെ കഥകളിലുള്ള അധ്യാപകരെ പോലെയല്ല ചെറുകാടിൻ്റെ നാണി മിസ്ട്രസ് എന്ന് നമുക്കറിയാം. അവരാണ് പിന്നീട് കേരളത്തിലെ പുരോഗമന ആശയങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ അതേസമയം അതേ മധ്യവർഗത്തിനകത്ത് ഇന്നത്തെ കമ്പോള സംസ്കാരത്തിനും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും കീഴ്പ്പെടുന്ന ഒരു മധ്യവർഗം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നതിൻ്റെ അപായകരമായ സൂചനയാണ് വാസ്തവത്തിൽ MT നൽകിയത്. ഇതിനെയാണ് നാം ഈസ്തെറ്റിക് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയാണ് സൗന്ദര്യാത്മക വായന നിർവഹിക്കേണ്ടത്. സൗന്ദര്യാത്മകമായ വായന മറ്റൊന്നുമല്ല, നമ്മുടെ അനുഭവ ലോകങ്ങളെ ഇതുവരെ മറച്ചു നിന്നിരുന്ന പലതിനെയും, അത് ഈ പൊളിറ്റിക്സ് രൂപപ്പെട്ടു വരും, ഈ ദളിത് രാഷ്ട്രീയവും പരിസ്ഥിതി രാഷ്ട്രീയവും സ്ത്രീവാദ രാഷ്ട്രീയവും ഒക്കെ രൂപപ്പെട്ടു വരുമ്പോഴാണ് നമുക്ക് MT അങ്ങനെ വായിക്കാൻ കഴിയുള്ളൂ. MT ഇതൊക്കെ മുമ്പേ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് കാണാൻ നമുക്ക് കഴിയണമെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷം വളർന്നു വരുമ്പോൾ നമ്മുടെ സെൻസിബിലിറ്റി മാറുന്നു. ആ സെൻസിബിലിറ്റി മാറുമ്പോൾ കൃതി പുതിയ രീതിയിൽ വായിക്കപ്പെടുന്നു. അതുകൊണ്ട് MT മരിച്ചതിന് ശേഷം MTയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ചുറ്റും ഇന്ന് വളർന്നു വരുന്ന ഈ പ്രതിലോമ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നായകന്മാരുടെ എപ്പിറ്റോം എന്ന് നമ്മൾ വിളിക്കുന്ന അതിൻ്റെ ആദ്യ രൂപങ്ങളാണ് എന്നെനിക്ക് തോന്നുന്നു. ഇതാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. ഇപ്പോൾ ഡോക്ടർ അനിൽ പറഞ്ഞ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എന്തുകൊണ്ടാണ് ഒരു ജനത സാഹിത്യത്തെ സൃഷ്ടിക്കുന്നത് എന്ന ചോദ്യത്തിന് നമുക്ക് പഴയ അധ്യാപകർ പറയുന്ന ഒരുപാട് ഉത്തരങ്ങളുണ്ട്. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ രഹസ്യമായ അറിവാണ് സാഹിത്യം. സാഹിത്യം തരുന്ന അറിവ് ചരിത്രകൃതികൾക്ക് തരാൻ പറ്റില്ല. ഭരണകർത്താക്കളുടെ ഉത്തരവുകൾക്ക് നൽകാൻ പറ്റില്ല. ജേർണലിസത്തിന് നൽകാൻ പറ്റില്ല. സാഹിത്യം സമൂഹത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച് വളരെ വളരെ സൂക്ഷ്മമായ അറിവുകൾ തരും. ആ നിലക്കാണ്. അല്ലാതെ നമ്മൾ MT ഇപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഡോക്ടർ അനിൽ പറഞ്ഞ് പെട്ടെന്ന് കേൾക്കുമ്പോൾ MT ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ നായകന്മാരെ അവതരിപ്പിച്ചു പറഞ്ഞാൽ അതിനെ പിന്തുണച്ചു എന്ന അർത്ഥത്തിൽ എടുക്കരുത്. അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതൊരു വിഷയമാണ്. വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇപ്പോൾ കേരളത്തിൽ, വലിയ ശാസ്ത്രബിരുദമുള്ള ആളുകൾ, വ്യക്തിപരമായിട്ട് വലിയ ശാസ്ത്ര ബുദ്ധിയുള്ള ആളുകൾ അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ, അവരുടെ ഓപ്ഷൻസിൽ അവർക്ക് ശാസ്ത്രമില്ല. ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് അക്കാഡമികമായിട്ട്, പക്ഷെ അവരുടെ തീരുമാനങ്ങളിൽ ശാസ്ത്രമില്ല. അങ്ങനെയുള്ള ദ്വന്ദ്വ വ്യക്തിത്വങ്ങളുടെ വലിയ ഒരു ഭ്രാന്താലയമായിട്ട് കേരളം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ബിരുദമൊക്കെ ഉണ്ട്, അമേരിക്കയിലൊക്കെ പോയിട്ട് ഡിഗ്രി എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെയും അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ കൂടെയാണ് അവർ നിൽക്കുന്നു എന്ന് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ MTക്ക് പറയാൻ പറ്റി എന്നുള്ളത് ഇപ്പോൾ പുതിയ വായനയിലൂടെയാണ് തെളിയുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബദൽ ജ്ഞാനമാണ് എപ്പോഴും സാഹിത്യം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സാഹിത്യം നിലനിൽക്കുന്നത്. ഒരു സമൂഹം സാഹിത്യത്തെ നിലനിർത്തുന്നത്, സമൂഹം കൂടുതൽ കൂടുതൽ സാഹിത്യ രൂപങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. പക്ഷേ ഈ ജനപ്രിയം എന്ന് പറയുന്ന കലാരൂപങ്ങൾ വേറെയുണ്ട്, ഇല്ലേ? ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായിട്ട് ഈ മുതലാളിത്തത്തിൻ്റെ ഫാക്ടറികളിൽ നിന്നും മറ്റു ഉൽപ്പന്നങ്ങൾ വരുന്ന പോലെ തന്നെ ഈ സാംസ്കാരിക കാര്യങ്ങളും കലാകാര്യങ്ങളും വരും. ആ കലാകാര്യങ്ങളുടെ കുഴപ്പം, അടിസ്ഥാനപരമായ കുഴപ്പം ഇതാണ്. അത് ലളിതമാണെന്നുള്ള കുറ്റമൊന്നുമല്ല. കുഴപ്പം ഇതാണ്, അത് ബദൽ ജ്ഞാനമാവുകയില്ല. വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ ലോകത്തെ കാണാൻ നമ്മൾ പ്രേരിപ്പിക്കുകയില്ല. സാഹിത്യം പ്രേരിപ്പിക്കും. ആ നിലക്ക് MTയുടെ സാഹിത്യത്തിന് എല്ലാ വലിയ സാഹിത്യ രചനകളെയും എന്ന പോലെ കൂടുതൽ പ്രാധാന്യം കൈവരികയാണ് എന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ ചർച്ച എത്തിച്ചേർന്നിരിക്കുന്നത്. തുടർന്ന് സംസാരിക്കാനായി ഡോക്ടർ സിദ്ദിഖിനെ ക്ഷണിക്കും. റോബിൻ ജെഫ്രിയുടെ പുസ്തകം വായിച്ച ഒരു ഓർമ്മയെക്കുറിച്ച് ഇതിനു മുൻപുള്ള ചർച്ചയിലൊരു സൂചന വന്നത് വെറുതെ ഓർക്കുകയാണ്. യുദ്ധത്തിനിടയിൽ പരാജയപ്പെട്ട രാജ്യത്തിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നിടത്തോളം എടുക്കാം എന്ന് പറയുന്ന ഒരു ജയിച്ചവരുടെ തത്വശാസ്ത്രം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ MTയിലും ഉണ്ട് എന്ന് പറയാം. നാം
സാമൂഹിക നവോത്ഥാനത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് തകർത്തിട്ട ഒരു പുതിയ കേരള കാലാവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ടവയെ എങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു സംഗതി തകർന്ന തറവാടിൻ്റെ അകത്ത് നിന്ന് ഈ പറഞ്ഞതുപോലെ ഉള്ളതും എടുത്തുകൊണ്ട് ഓടുന്ന കഥാപാത്രങ്ങൾ വരുന്നു. അവയെ ആവിഷ്കരിക്കാൻ ഒരു എഴുത്തുകാരൻ സന്നദ്ധനായി മുന്നിലേക്ക് വരുന്നു. വേണമെങ്കിൽ ഇതിനെ ഉത്തരേന്ത്യയിലൊക്കെ പ്രചരിക്കുന്ന പാബുജി മഹാകഥയോട് ഉപമിക്കാം. ഇപ്പോഴും നമുക്ക് രാജസ്ഥാനിലെ വലിയ മരുഭൂമികൾക്കരികിലെ ചെറിയ കോട്ടകൊത്തളങ്ങൾക്കരികിൽ രാവൺ ഘട്ട വാങ്ങാൻ കിട്ടും. 10,000 ഉറുപ്പിക കൊടുത്ത് നാടോടികൾ നിർമ്മിക്കുന്ന ആ ചെറിയ ഒരു തന്ത്രി വാദ്യം നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അത് വിൽക്കുന്നവരോട് നിങ്ങൾ എന്തിന് 6,000 ഉറുപ്പിക ഇത് വിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന് അറിയുമോ? ഇത് രാവണനാണ് നിർമ്മിച്ചത്. രാവണൻ അത് നിർമ്മിക്കുക മാത്രമല്ല, ഞങ്ങളുടെ പരമ്പരകൾക്ക് ഇത് 32 രാഗം രാവണൻ ആടാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ രാഗം നിർമ്മിക്കാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയപ്പോൾ ഞങ്ങളുടെ വംശത്തോട് വിജയിച്ച രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് രാവണൻ്റെ എന്തു വേണം? ഞങ്ങൾ പറഞ്ഞു, രാവണൻ്റെ ഈ രാവൺ ഘട്ട മതിയാകും. ഇത് കത്തിപ്പോയ തറവാടിൽ നിന്ന് കഴുക്കോലും ഊരി ഓടുന്ന ഒരു കുട്ടിയെ ഓർമ്മിക്കാമെങ്കിൽ ആ കുട്ടി അപ്പുണ്ണിയെ നിർമ്മിച്ചെടുത്ത് ഒരു കലാസൃഷ്ടിയായി നമ്മുടെ മുന്നിൽ വെച്ചു. പക്ഷെ അപ്പോഴും MT സൂക്ഷിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് പിശുക്കും, മറ്റൊന്ന് ദാരിദ്ര്യവുമാണ്. പുള്ളി അതിസമ്പന്നതയുടെ മടിയിൽ നിൽക്കുമ്പോൾ ഈ പിശുക്ക് കളഞ്ഞിട്ടില്ല. MTയുടെ എഴുത്തിൽ പിശുക്കുണ്ട്. ഇത് നിർമാല്യത്തിൻ്റെ നിർമ്മാണ പരിസരത്തിൽ MT സ്ഥാപിച്ചു തന്നിട്ടുണ്ട്. ഫിലിം റോള് വാങ്ങാൻ പോലും പൈസയില്ല, പക്ഷെ ആ സിനിമ ഞങ്ങൾ നിർമ്മിച്ചു. കഞ്ഞി കുടിക്കാൻ പൈസയില്ല, വലിയ ദാരിദ്ര്യമായിരുന്നു ഷൂട്ടിംഗ് സൈറ്റിൽ. പക്ഷേ PJ ആൻ്റണിക്ക് തുപ്പാൻ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. ചോര അകത്തുള്ളത് കൊണ്ട് കട്ടച്ചോര പിളർത്തി ഭഗവതിയുടെ നേരെ തന്നെ തുപ്പി. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, PJ ആൻ്റണിക്ക് ഇന്ന് തുപ്പാൻ കഴിയുമോ? പക്ഷേ കഴിയുമോ എന്ന ചോദ്യത്തിന് MT ആണെങ്കിൽ കഴിയും എന്ന് തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് ഒരു പ്രഭാഷണത്തിനിടയിൽ തെളിയിച്ചു. തോമസ് ഐസക്കിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് MT പറഞ്ഞു, തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരമാണ് ഈ ഡിമോണിറ്റൈസേഷൻ. ഇത് തുഗ്ലക്കിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയാൻ ആ ജ്ഞാനവൃദ്ധൻ ദാരിദ്ര്യം കാണിച്ചപ്പോൾ, ഒരു ദാരിദ്ര്യവും കാണിക്കാതിരുന്നപ്പോൾ, എല്ലാ കാലവും എഴുത്തിൽ അദ്ദേഹം ചേർത്ത് പിടിച്ച ഈ പിശുക്കും ദാരിദ്ര്യവും അദ്ദേഹത്തിൻ്റെ ഒരു അസറ്റായി മാറുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഞാൻ പരിസ്ഥിതിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. പരിസ്ഥിതിയുടെ ഒരു ഡീപ്പ് ഇക്കോളജിയുടെ സൗന്ദര്യശാസ്ത്രമോ രാഷ്ട്രീയമോ ഒക്കെ MTയിലുണ്ട്. MT അതിസൂക്ഷ്മമായി ആവിഷ്കരിക്കാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ബിംബം മഹാത്മാഗാന്ധിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ വായനയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാലത്തിലെ സേതു കുറച്ചു കാലം ഗാന്ധി ആശ്രമത്തിൽ, അതെനിക്ക് തോന്നുന്നു മധുരയിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗാന്ധി സേവ പഠിക്കാൻ വേണ്ടി പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അത് പക്ഷേ ഒരു അപ്പൊളിറ്റിക്കലായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്. അവിടെ ഷൊർണൂരിൽ തീവണ്ടിയിലിരുന്ന് അങ്ങനെ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ അറുപിന്തിരിപ്പൻ ചിന്താഗതിയൊക്കെ സേതു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അയാൾ ജനിച്ചുപോയ തറവാടിലെ ജന്മത്തെ ഓർത്ത് അയാൾ തൻ്റെ അവസ്ഥയൊക്കെ പരിതപിക്കുന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച MT നമ്മൾ അധികം വായിച്ചിട്ടില്ലാത്തതോ എന്നാൽ വായിച്ചവരൊക്കെ അതിസാഹസികമായി തന്നെ വായിച്ചതോ ആയ ഗോപുരനടയിൽ എന്ന നാടകം അവസാനിപ്പിക്കുമ്പോൾ അതിലെ നരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കൊണ്ട് അതിലെ കുട്ടിയോട് ഒരു കാര്യം ചെയ്യിക്കുന്നുണ്ട്. ഇന്നാ പിടിക്ക് ചെങ്കോലും കിരീടവും നീ കൊണ്ടുപോയി കളിച്ച് വളര് എന്ന് പറയുന്നു. ഒന്ന് ആലോചിക്കണം, സമകാലിക ഇന്ത്യയുടെ വർത്തമാനകാലത്തിൽ അങ്ങനെ നരൻ എടുത്തു കൊടുത്ത കളിപ്പാട്ടങ്ങളെ കിരീടവും ചെങ്കോലുമായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നാൽ പിന്നെ നീ കൊണ്ടുപോയി കളിക്ക് എന്ന് പറയാൻ MT കാണിച്ച ആ ധൈര്യം അടിയന്തരാവസ്ഥയുടെ കാലം കൂടി ആയിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു വായനയുടെ പുതിയ പരിസരം സൃഷ്ടിച്ചു തരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു 2 കാര്യങ്ങൾ കൂടി പറയാമെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. MTയിൽ ഒരു എക്കണോമിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പിശുക്കന്മാരുടെ കയ്യിലാണല്ലോ എക്കണോമിക്സ് നന്നായിട്ട് വഴങ്ങുക എന്ന് പറയാൻ പറ്റും. ആ എക്കണോമിക്സിനെ വായിച്ചെടുക്കാനും 4 കെട്ട് പ്രയോജനപ്പെടും. ഉദാഹരണത്തിന് തോമസ് പിക്കറ്റിയുടെ ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ച്വറി എന്ന പുസ്തകം ഇപ്പം ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പുസ്തകം മാർക്സിൻ്റെ മൂലധനത്തെക്കുറിച്ചിട്ടുള്ളൊരു നിഷ്കർഷ്ട പഠനമാണെന്ന്.
സത്യത്തിൽ ഞാനും അത് വായിച്ചു തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ അതിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഭാഗം വളരെ കുറച്ചേ ഉള്ളൂ, മാർക്സും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പുസ്തകത്തിൻ്റെ ആമുഖ ഭാഗത്ത് പിക്കറ്റ് പറയുന്നൊരു മുഖ്യമായ കാര്യമുണ്ട്. അത് 18-ാം നൂറ്റാണ്ടിലെയും 19-ാം നൂറ്റാണ്ടിലെയും എക്കണോമിസ്റ്റുകൾ ചെയ്ത ഒരു വലിയ തെമ്മാടിത്തം, ഒരു കുഴപ്പം. അവർ അക്കാലത്തെ സാഹിത്യകൃതികളിലെ സാമ്പത്തിക ശാസ്ത്രത്തെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അവർ അത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന് അതൊരു വലിയ കോൺട്രിബ്യൂഷൻ ആകുമായിരുന്നു എന്ന് പറയുന്ന പിക്കറ്റിയുടെ ഒരു ഒബ്സർവേഷൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ MTയുടെ 4 കെട്ടിൽ, അത് രണ്ടാമൂഴത്തിലും സാധ്യമാണ്, അസുരവിത്തിലും സാധ്യമാണ്, മഞ്ഞിലും സാധ്യമാണ്. 4 കെട്ടിൽ വെറുതെ ഒരു രംഗമാണ്. അപ്പുണ്ണി സ്കൂളിൽ നിന്ന് വരുന്നു. ഇതിൻ്റെ ഈ വിവരണാത്മകതയുടെ സൂക്ഷ്മതയെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇദ്ദേഹം എങ്ങനെയാണ് തൻ്റെ വർക്ക്ഷോപ്പിൽ തൻ്റെ എഴുത്തിൻ്റെ ആ മെഴുകുതിരി വെളിച്ചത്തിനകത്ത് പേപ്പറിൽ കഥാപാത്രങ്ങളെയും കാലാവസ്ഥയെയും, MTയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻറ്റേർണൽ ലാൻഡ്സ്കേപ്പിനെയും വിശദീകരിക്കുമ്പോൾ ഇദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങളെ ശ്രദ്ധിക്കുന്നത്, അതിനകത്തെ നാണയങ്ങളെപ്പോലും ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വിശന്നു വരുന്ന അപ്പുണ്ണിയോട് അമ്മ പറയുന്നുണ്ട്, സെയ്താലിയുടെ കടയിൽ പോയി ഒരു തുടം എണ്ണ വാങ്ങിക്കൊണ്ട് വന്നാൽ നിനക്ക് നല്ല ഉള്ളി അരച്ചത് ഞാൻ ഉണ്ടാക്കിത്തരാം. ഇത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. സത്യത്തിൽ ഞാൻ ഈ ഉള്ളി അരച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. കുറച്ച് സെയ്താലിയുടെ കടയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നെങ്കിൽ. ഈ എണ്ണയ്ക്ക് കൊടുക്കുന്ന നാണയത്തിൻ്റെ കണക്കുണ്ടല്ലോ, ഇതെങ്ങനെയാണ് നമ്മുടെ സാഹിത്യ വായനയെ സഹായിക്കുക എന്നുള്ള ചോദ്യത്തിന് മഹാഭാരതത്തെ കൊസാംബി വായിച്ചപ്പോൾ മഹാഭാരതത്തിലെ അക്ഷൗഹിണിയുടെ ആ രഥങ്ങളുടെ എണ്ണം, കാലാൾപ്പടയുടെ എണ്ണത്തെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ഇദ്ദേഹം വായിച്ചുകൊണ്ട് നമുക്ക് മഹാഭാരതത്തിലേക്ക് ഒരു പുതിയ തുറവി തരുന്നുണ്ടല്ലോ. അതുപോലെ MTയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എക്കണോമിക്സിനെയും നമുക്ക് വായിക്കാൻ പറ്റുമെന്നുള്ളത് സത്യത്തിൽ MTയിലേക്ക് പുതിയ വായനയുടെ ചിറകുകൾ തുറക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയാം. ഗുന്തർ ഗ്രസ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എഴുത്തുകളിലൊന്നായ ഷോ യുവർ ടങ്, നാക്ക് നീട്ടു നാക്ക് കാണിക്കുന്ന ഡോക്ടർമാർ പറയണമല്ലോ, ഷോ യുവർ ടങ്, കൽക്കത്തയിലെ ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ അതിൽ വിസ്തൃതമായി എഴുതിയിട്ടുണ്ടല്ലോ. ഈ ഗാർബേജുകൾ കൂട്ടിയിട്ട് ആ ഗാർബേജുകൾ അവിടെ കിടന്ന് നാറി അതിലെ ജൈവമാലിന്യങ്ങൾ, അജൈവമാലിന്യങ്ങൾക്കകത്തു നിന്നൊരു സിംഹാസനം നിർമ്മിച്ച് ആ ജൈവമാലിന്യങ്ങൾ മണ്ണായി വളമായി മാറി അതിൽ നിന്ന് പുതിയ തലപ്പുകൾ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ ആ കുട്ടികൾ, അവിടുത്തെ ചേരികളിലെ കുഞ്ഞുങ്ങൾ ആ പച്ചപ്പിനെ കണ്ടു നിൽക്കുന്നതിനെ കുറിച്ച് ഒരുപക്ഷെ ഗുന്തർ ഗ്രസ് നോവലിൽ ഉപയോഗിക്കാത്തൊരു ഭാഷ ഉപയോഗിച്ച് വളരെ പൊയറ്റിക്കായി എഴുതുന്നുണ്ട്. ആ മട്ടിൽ MT കണ്ണാന്തളിപ്പൂക്കളെക്കുറിച്ച് എഴുതുമ്പോഴും കാണാനില്ല കണ്ണാന്തളിപ്പൂക്കൾ, കുന്നുണ്ട്. ആ കണ്ണാന്തളിപ്പൂക്കളുടെ പാടം കാണാൻ വേണ്ടി ഞാൻ കുന്ന് കയറി പോയി. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ കണ്ണാന്തളിപ്പൂക്കളില്ല. ഇടയിൽ ഒരു പൂവ് ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ ദത്തശ്രദ്ധ സംസ്കാരമുണ്ടല്ലോ, ഒരുപക്ഷെ അതായിരിക്കുമോ MB ശങ്കുണ്ണി നായരെ നാട്യാനുഭവം എന്ന രസം ഒക്കെ എഴുതിയ, ഛത്രവും ചാമരവും എഴുതിയ. കഠിനമാണ് പദാവലികൾ, കഠിനമാണ് ഭാവന. എന്നാലും MB ശങ്കുണ്ണി നായരെ പ്രചോദിപ്പിച്ചത് കണ്ണാന്തളിപ്പൂക്കളുടെ പാടത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് ദാ തൊട്ടു മുന്നിൽ ഒരു കണ്ണാന്തളിപ്പൂവേ അവശേഷിക്കുന്നുള്ളൂ, അത് മതിയാകുമെന്ന് പറയുന്ന ആ പിശുക്കിനെ ആയിരിക്കുമോ എന്നുള്ളത് ആലോചിക്കാനൊരു രസം എന്ന് വായനയുടെ പക്ഷത്ത് നിന്ന് പറഞ്ഞ് നിർത്തുന്നു. ഇവിടെ ഇക്കണോമിക്സ് വന്നത് ഇവിടെ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് മലയാളത്തിലെ ഒരു പുതിയ കാര്യമാണ്. പുതിയ വായന എന്താണ്? അത് ഈ വികാരതലത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല. മാർക്സ് പറയുന്നല്ലോ, മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒന്നും എനിക്ക് അന്യമല്ല. അത് വായനക്കും പറ്റുന്ന ഒരു ആശയമാണ്. ഞാൻ കുറച്ച് കൊല്ലങ്ങളായിട്ട് പല സദസ്സുകളിൽ ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യം, മുമ്പ് കേട്ടവർ ക്ഷമിക്കുക, സാഹിത്യം എന്ന വാക്ക് ലിറ്ററേച്ചർ എന്നുള്ള വാക്കിനേക്കാൾ എത്രയോ വലുതാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ലിറ്ററേച്ചർ എന്നുള്ള വാക്കിനേക്കാളും എത്രയോ വലിയ വാക്കാണ് ഇന്ത്യൻ വാക്കായ സാഹിത്യം. കാരണം അത് രാഹിത്യം എന്ന വാക്കിൻ്റെ എതിർവാക്കാണ്.
ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ച് ആലോചിക്കാനും ഭാവന ചെയ്യാനും ഇന്ത്യക്കാരുണ്ടാക്കിയിട്ടുള്ള ഒരു പാരഡൈമിൻ്റെ പേരാണ് സാഹിത്യം. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ. എന്നും സാഹിത്യത്തിന് അന്യമല്ല, എല്ലാം ഉണ്ട്. നെറൂദ പറയും പോലെ ലില്ലിപ്പൂവിൻ്റെ മണവും മൂത്രത്തിൻ്റെ മണവും കലർന്നതാണ് എൻ്റെ കവിത. നമ്മുടെ അക്കാഡമി ഹാളിന് കുറച്ച് അപ്പുറത്ത്, ഒരു 10-20 മീറ്റർ അപ്പുറത്ത് കുറച്ച് കാലം താമസിച്ച ഒരു മഹാകവി പറഞ്ഞ പോലെ എൻ്റെ കവിതയിൽ നെഗറ്റീവായ കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. വൈലോപ്പിള്ളിയാണ് പറയുന്നത്. പുള്ളിപ്പുലിയും ഉണ്ട്, പുള്ളിമാനും ഉണ്ട്. പുള്ളിപ്പുലി ഉണ്ട്, പുള്ളിപ്പുലിയുടെ ലക്ഷ്യം പുള്ളിമാനെ പിടിക്കുക എന്നുള്ളതാണ്. ആ രണ്ടും ഉണ്ട്, ക്രൂരതയും ഉണ്ട്, നന്മയും ഉണ്ട്. അപ്പോൾ ആ നിലക്ക് എല്ലാ വിഷയങ്ങളും പ്രധാനമാണ്. ഇങ്ങനെ സമഗ്രമായിട്ട് ലോകത്തിൽ മുഴുവൻ വിഷയങ്ങൾക്കും ഇടം നൽകുന്ന ഒരു വിഷയം ആയിട്ടാണ് സാഹിത്യത്തെ കാണേണ്ടത്. അതുകൊണ്ടാണ് ഗാന്ധി പിന്നെ സരസ്വതി ചന്ദ്ര എന്ന് പറയുന്ന ഒരു ബംഗാളി നോവലിന് അവതാരിക എഴുതിയിട്ടുണ്ട്. അറിയപ്പെടാത്ത കാര്യമാണ്. ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ പിന്നെ അക്കാഡമി അംഗം കൂടിയായിട്ട് പ്രമുഖ നിരൂപകൻ, അദ്ദേഹം അവിടെ പോയതുകൊണ്ട് നമ്മൾ അറിയാനിടയായ കാര്യമാണ്. അദ്ദേഹം കുറേ കാലം ദീർഘകാലം ജോലി ചെയ്തത് ഗുജറാത്തിലാണ്. അദ്ദേഹമാണ് ഈ കാര്യം മലയാളികളെ അറിയിച്ചത്. സരസ്വതി ചന്ദ്ര എന്നുള്ള പേരിൽ നോവലിന് അവതാരിക എഴുതി യുവാവായ ഗാന്ധിയാണ്. ഗാന്ധിക്ക് സാഹിത്യത്തിൽ താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു കാര്യമായിട്ട് സാഹിത്യം എന്ന ഇന്ത്യൻ വാക്ക്, ആ ഒറ്റ വാക്ക് തന്നെ ഒരു വലിയ ടെക്സ്റ്റാണ്. ആ വാക്ക് തന്നെ ഒരു വലിയ വാക്കാണ്, വലിയ ലോകമാണ്. അപ്പോൾ ആ നിലക്കുള്ള ശ്രമമാണ്. ഇവിടെ സാമ്പത്തിക കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു പോയത്, മുതലക്കുളം മൈതാനിയിൽ MT പ്രസംഗിക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് പിന്നെ അന്ന് വേറൊരു ആവശ്യത്തിന് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഞാൻ അവിടെ ചെന്നിരുന്നു. MT സാധാരണ MT ആയിരുന്നില്ല. എനിക്ക് ചെറുപ്പം തൊട്ട് യൗവനം തൊട്ട് MTയെ പരിചയമുണ്ട്. ആ MT ആയിരുന്നില്ല. ഡിമോണിറ്റൈസേഷൻ്റെ സന്ദർഭമാണ്, നോട്ട് പിൻവലിച്ച സമയമാണ്. അന്ന് MT അദ്ദേഹത്തിൻ്റെ ഇടത്തെ കൈ ഇങ്ങനെ ഉയർത്തുകയുണ്ടായി. അങ്ങനെയുള്ളൊരു ഫോട്ടോ MTയുടെ വേറെ ഇല്ല. ആ കൈ ഉയർന്ന ഫോട്ടോ കണ്ടപ്പോൾ, പിറ്റേ ദിവസം പത്രത്തിൽ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ബാല്യസ്മൃതികളുടെ ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിലെ കാര്യമല്ല, MTയുമായി ബന്ധപ്പെട്ട ഓർമ്മ. അത് MTയുടെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ചലച്ചിത്രം നിർമാല്യത്തിൽ ഈ പറഞ്ഞ PG ആന്റണി അവതരിപ്പിച്ച വെളിച്ചപ്പാടിൻ്റെ അവസാനത്തെ രംഗമാണ്. അയാൾ അതിനു വേണ്ടി കൈ ഉയർത്തുന്നുണ്ട്, ക്ഷുഭിതനായിട്ട്, ജീവിതത്തിൻ്റെ നൈരാശ്യത്തിൽ ഇതെങ്ങനെ രക്ഷപ്പെടാമെന്ന് അറിയാതെ തൻ്റെ ഈ വാൾ ഉയർത്തിപ്പിടിക്കുന്ന രംഗമുണ്ട്. ആ രംഗത്തെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന മട്ടിൽ ആണ് പുതിയ ഡൽഹി ഭരണകൂടം ഈ ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയപ്പോൾ MTയുടെ കൈ ഉയർന്നു. ആ രണ്ട് ചിത്രങ്ങളും ചേർത്ത് വെച്ച് ഞാൻ അന്ന് ദേശാഭിമാനി വാരികയിൽ ലേഖനം എഴുതുകയുണ്ടായി. ആ MT നമ്മൾ പരമ്പരാഗതമായി പറയുന്ന ഒരു പൗഡർ പോലെ ഇടാവുന്ന ഒരാളല്ല. അങ്ങനെ കുറേ ആളുകൾ MT പൈങ്കിളി വായനയുടെ ആളായി ഇപ്പോഴും ഒരുപക്ഷെ ഉണ്ടാവും. ഇവിടെ ഞാൻ ആരെയും ചൂണ്ടി പറയുന്നതല്ല, പൊതുവേ കേരളത്തിലെ അവസ്ഥയുണ്ട്. അത് ലളിതമായിട്ടുള്ള ഒന്നാണ്. ലളിതഗാനം പോലുള്ള എന്തോ ആണ് MT എന്നില്ല. അല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ടോ ആ വൈരുദ്ധ്യങ്ങൾക്കൊക്കെ കലയുടെ സ്ഥാനം നൽകിയ പ്രമുഖനായ എഴുത്തുകാരനാണ് MT. എല്ലാ വലിയ എഴുത്തുകാരും ചെയ്യുന്ന അതാണ്, ജീവിതത്തിലെ ആ വൈരുദ്ധ്യങ്ങൾ അവതരിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചരിത്രകാരന്മാർക്കോ നമ്മുടെ പത്രലേഖകന്മാർക്കോ നമ്മുടെ ഇക്കണോമിസ്റ്റുകൾക്കോ ഒന്നും കണ്ടെത്താനാവാത്ത യഥാർത്ഥമായ വൈരുദ്ധ്യങ്ങളെ അവതരിപ്പിക്കാനായി മനുഷ്യ സമൂഹം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സാഹിത്യം. ആ നിർവചനത്തെ നിർവഹിച്ച ആളായിട്ട് നമുക്ക് എല്ലാ വലിയ എഴുത്തുകാരെയും എന്ന പോലെ MTയെ കരുതാവുന്നതാണ്. MTയുടെ വായന വാസ്തവത്തിൽ നമ്മൾ കേരളീയ സമൂഹം തുടങ്ങിയിട്ടേ ഉള്ളൂ. MT ഇപ്പോൾ നമ്മുടെ കൂടെ ശരീരമായിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് ആശയരൂപങ്ങൾ നമ്മുടെ കൂടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അഗാധമായ വൈരുദ്ധ്യങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളെ, നമ്മുടെ ഇടർച്ചകളെ, നമ്മുടെ വീഴ്ചകളെ ഒക്കെ അടയാളപ്പെടുത്താൻ ഈ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് എന്നറിയുന്നത് കേരള സമൂഹത്തിൻ്റെ അതീവന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ട സുപ്രധാനമായ ഒരു വിഷയമാണ്. അനിൽ മാഷ് സംസാരിക്കും. ഈ രാജഗോപാലൻ മാഷ് അവസാനം പറഞ്ഞ കാര്യം ഒന്ന് ഒരു 5 മിനിറ്റ് സമയം കൂടി ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഒന്നുകൂടി വിസ്തരിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഈ ചർച്ച അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
അദ്ദേഹം വളരെ കൃത്യമായാണ് പറഞ്ഞത്. ഒരു എഴുത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു ചരിത്ര സന്ദർഭത്തിൽ നമുക്ക് ആർക്കും കാണാൻ കഴിയാത്ത വൈരുദ്ധ്യങ്ങളെ എത്ര സൂക്ഷ്മമായി തങ്ങളുടെ രചനകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഒരു എഴുത്തുകാരിയുടെ പ്രതിഭ എന്ന് പറയുന്നത്. അതിൽ അയാളുടെ നിലപാടെന്താണ് എന്നതല്ല പ്രധാനം. നമുക്കറിയാം, ടോൾസ്റ്റോയിയെക്കുറിച്ച് ലെനിൻ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ പ്രധാനമാണ് ഈ കാര്യത്തിൽ. ടോൾസ്റ്റോയ് കത്തോലിക്ക മതവിശ്വാസിയായിരുന്നു. മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നന്മ നിറഞ്ഞതായിരിക്കണമെന്നും അത് കത്തോലിക്ക മതത്തിൻ്റെ വഴിയിലായിരിക്കണമെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരാളാണ് ടോൾസ്റ്റോയ്. അദ്ദേഹം ഒരു തരത്തിലും സോഷ്യലിസം, കമ്മ്യൂണിസം തുടങ്ങിയ ആശയങ്ങളെ പ്രകീർത്തിക്കുകയോ അതിൻ്റെ കൂടെ നിൽക്കുകയോ ചെയ്തിരുന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ബദ്ധശത്രു കൂടിയായിരുന്നു. പക്ഷേ ഈ പറയുന്ന ടോൾസ്റ്റോയുടെ കൃതികളിൽ നിന്നാണ് ഞാൻ റഷ്യൻ മനസ്സിലാക്കിയതെന്നും റഷ്യൻ സമൂഹം വിപ്ലവത്തിന് പാകമായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് ടോൾസ്റ്റോയുടെ കൃതികൾ വായിച്ചിട്ടാണ് എന്നും താങ്കളുടെ പ്രചരണ സാഹിത്യം വായിച്ചിട്ടല്ല എന്നും മാക്സിം ഗോർക്കിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ടോൾസ്റ്റോയ്. അതുകൊണ്ട് ടോൾസ്റ്റോയ് വ്യക്തി ജീവിതത്തിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ളതല്ല, ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം റഷ്യൻ സമൂഹത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും അതിൻ്റെ ഫ്യൂഡൽ സമൂഹത്തിനകത്ത് സംഭവിക്കുന്ന ജീർണതകളെ മുൻകൂട്ടി കാണാനും അതിനെ സൂക്ഷ്മമായി അവതരിപ്പിക്കാനും കഴിഞ്ഞപ്പോഴാണ്, നേരത്തെ മാഷ് പറഞ്ഞല്ലോ, ഗാന്ധി നന്നായി സാഹിത്യം വായിച്ചിരുന്നു, മാർക്സ് നന്നായി സാഹിത്യം വായിച്ചിരുന്നു, ടോൾസ്റ്റോയും വളരെ സൂക്ഷ്മമായി ലെനിനും വളരെ സൂക്ഷ്മമായി സാഹിത്യം വായിച്ചിരുന്നു എന്നാണ് ടോൾസ്റ്റോയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാവുക. ഈ എഴുത്തുകാരെ, ഇപ്പോൾ നേരത്തെ വൈലോപ്പിള്ളിയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. വൈലോപ്പിള്ളിയെ നാം ഇപ്പോഴും വീണ്ടും വീണ്ടും പുനഃസന്ദർശിക്കുന്നത്, കുടിയൊഴിക്കൽ വീണ്ടും വായിക്കുന്നത്, വാസ്തവത്തിൽ കണ്ണീർപ്പാടം വീണ്ടും വായിക്കുന്നത്, താൻ ജീവിച്ചിരുന്ന കാലത്തെ സൂക്ഷ്മ സംഘർഷങ്ങളെ അദ്ദേഹത്തിന് ഈ പാഠത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ്. ആ അർത്ഥത്തിൽ MT നോവലിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അദ്ദേഹം അപ്പുണ്ണിയുടെ കൂടെ നിന്നോ, സെയ്താലിയുടെ കൂടെ നിന്നോ, സേതുവിൻ്റെ കൂടെ നിന്നോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നൊരു പ്രസക്തിയില്ല. ആ കാലഘട്ടത്തിൽ തിളച്ചു മറിഞ്ഞ തനിക്കറിയാവുന്നൊരു ലോകത്ത് നിങ്ങളൊക്കെ കാണാത്തതിനേക്കാൾ ഗുരുതരമായ ചില പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നുണ്ട് എന്ന് തൻ്റെ ആ ഫ്യൂഡൽ ചുറ്റുപാടിനകത്ത് നിന്ന് ഖനനം ചെയ്ത് കണ്ടെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഓരോ എഴുത്തുകാരും ചെയ്യേണ്ടത്. നമ്മൾ ജീവിക്കുന്ന ഒരു പരിസരത്ത് നിന്ന്, ഒരു മുസ്ലിം ജീവിതത്തിനകത്ത് കഴിയുന്ന ബഷീർ, അദ്ദേഹത്തിൻ്റെ ആ മുസ്ലിം ജീവിതത്തിനകത്ത് നിന്നാണ് വിശ്വസാഹിത്യത്തെ കണ്ടെടുക്കുന്നത്. അതുപോലെ ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഫ്രാൻസിസ് നൊറോണയെ പോലെയും ഒക്കെയുള്ള എഴുത്തുകാർ ഒരു പ്രത്യേക ലോകത്ത് നിന്നാണ് അവർ എഴുതുന്നത്. പക്ഷെ ആ എഴുതുമ്പോൾ അവിടുത്തെ സൂക്ഷ്മ വൈരുദ്ധ്യങ്ങളെ കൊണ്ടുവരുന്നതോടെ അത് സാർവലൗകിക സാഹിത്യമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് MTയുടെ നിലപാട് എന്തെന്നുള്ളതിനിപ്പോൾ ഇവിടെ സിദ്ദീഖ് മാഷും രാജഗോപാലൻ മാഷൊക്കെ പല ഉദാഹരണങ്ങളും പറഞ്ഞു. അത് ആ തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് നിൽക്കുന്ന തുഞ്ചൻ സ്മാരകം, അതൊരു സെക്കുലർ സ്ഥാപനമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനേക ഉത്തരവാദിയായി അതിൻ്റെ മുന്നണിയിൽ നിന്ന് അതിനെ നയിച്ചുകൊണ്ടിരുന്നത് MTയാണ്. അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ധാർമ്മിക ബോധമാണ്, അതിൻ്റെ സെക്കുലർ ബോധമാണ് ആ സ്ഥാപനത്തെ ഇന്ന് ഈ പറഞ്ഞ എളുപ്പത്തിൽ ഹിന്ദുത്വവാദികൾക്ക് കവർന്നെടുക്കാവുന്ന സ്ഥാപനത്തെ ഒരു പ്രതിരോധ കവചം പോലെ അദ്ദേഹം സംരക്ഷിച്ചു. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അതുപോലെ ഡിമോണിറ്റൈസേഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം നിലപാടാണ്. മുത്തങ്ങ വെടിവെപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നിലപാടാണ്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അത് നോവലിൽ തിരയുന്നതിൽ കാര്യമില്ല. നോവലിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് നേരത്തെ പറഞ്ഞ എസ്തറ്റിക്സ് എന്ന് വിളിക്കുന്ന സൗന്ദര്യാത്മകതയുടെ രാഷ്ട്രീയമാണ്. അത് തൽക്കാല രാഷ്ട്രീയമല്ല, അത് ഭാവിയിലേക്ക് നീളുന്ന ഒരു രാഷ്ട്രീയമാണ്. 1950കളിൽ തന്നെ വിമോചന സമരത്തിൻ്റെയും അതിനെ തുടർന്ന് കേരളത്തിൽ പിന്നീട് ശക്തിപ്പെട്ടു വരുന്ന മധ്യവർഗത്തിനകത്തെ ഈ പറയുന്ന അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെയും കമ്പോള ഉപഭോഗ ജീവിതത്തിൻ്റെ താല്പര്യങ്ങളുടെ ഒക്കെ സൂചനകൾ MTയുടെ കഥകളിലുണ്ട്. അത് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത് തീർച്ചയായും ഈ നെഗറ്റീവായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം തൻ്റെ ഈ സർഗാത്മകമായൊരു ശേഷി ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മാഷ് വളരെ കൃത്യമായി പറഞ്ഞതുപോലെ എന്താണ് എഴുത്ത് എന്ന് ചോദിച്ചാൽ, താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉപരിതലത്തിൽ കാണാൻ കഴിയാത്ത സൂക്ഷ്മ വൈരുദ്ധ്യങ്ങളെ എഴുത്തിലേക്ക് കൊണ്ടുവരലാണ് സർഗാത്മകത എങ്കിൽ തീർച്ചയായും
MT സർഗാത്മകതയുള്ള ഒരു എഴുത്തുകാരനാണ് എന്ന് ഏത് കാലത്തും ഒരുപക്ഷെ ഇന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാത്ത പലതും ഇനിയും കാലം തീരുമ്പോൾ വീണ്ടും നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചേക്കാം എന്ന് മാത്രമാണ് ഇതിൻ്റെ അവസാനമായിട്ട് എനിക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്. ഹെമിംഗ്വേ ഒരു മുഖവുര എന്ന് പറയുന്ന MTയുടെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകത്തിൽ മോണോഗ്രാഫാണ്. അതിൽ ഹെമിംഗ്വേ നടത്തിയിട്ടുള്ള ഒരു പത്ര റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഒറ്റ വാക്യമുണ്ട്. അത് മുസോളിനിയെ കുറിച്ചാണ്. മുസോളിനിയെ സൂക്ഷിക്കണം എന്ന് റിപ്പോർട്ട് ചെയ്ത ഒരുപക്ഷെ ആദ്യത്തെ പത്രക്കാരിൽ ഒരാളാണ് ഹെമിംഗ്വേ എന്ന് അന്ന് ഈ വിഷയങ്ങളൊന്നും തീവ്രമാകാത്ത കാലത്ത് MT ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ആദ്യ പതിപ്പ് തപ്പി കണ്ടുപിടിച്ചു. അതിലുണ്ടോ? ഉണ്ട്. പുതിയ പതിപ്പിൽ ചേർത്തതല്ല, ആദ്യ പതിപ്പിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ സാധാരണ നിലക്ക് നമ്മുടെ പൈങ്കിളി വായനകൾക്ക് ഉൾക്കൊള്ളാനാവാത്ത മട്ടിൽ, കണ്ടെത്താനാവാത്ത മട്ടിൽ എല്ലാവരും നിർദ്ദേശിച്ച പോലെ നമ്മുടെ ജീവിതത്തിലെ പ്രധാന വിഷയങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച, തൻ്റെ സർഗാത്മകതയെ ചെലവഴിച്ച ഒരു വ്യത്യസ്ത കേരളീയനാണ് MT എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ സന്തോഷത്തോടെ സമാപിക്കുകയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷനായ മലയാളത്തിൻ്റെ പ്രിയ കഥാകാരനായ MTക്കുള്ള സാർത്ഥകമായ സ്മരണാഞ്ജലിയാണ് സാർവദേശീയ സാഹിത്യോത്സവത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് ഈ വേദിയിൽ പരിസമാപ്തി കുറിച്ചിരിക്കുന്നത്. MTയുടെ രചനകളുടെ വ്യത്യസ്തമായ പുതുവായനയിലേക്ക് ശ്രോതാക്കളെ നയിച്ച MT പുതുകാലം പുതുവായന എന്ന ഈ സെഷനിൽ പങ്കെടുത്ത ശ്രീ EP രാജഗോപാൽ, ശ്രീ KM അനിൽ, ശ്രീ MA സിദ്ദിഖ് എന്നിവർക്കുള്ള സാർവദേശീയ സാഹിത്യോത്സവത്തിൻ്റെ നന്ദി അറിയിക്കുന്നു.